So good evening everybody. So welcome to Let's Crack Kerala Exams with Unacademy. I am Anuja Mary Thomas and I will be dealing with the subject psychology. And what you get from Unacademy, repeat this is something that is very wonderful about Unacademy. You get daily live classes, you get structured courses, you get live test quizzes and unlimited access to any material that is available. And then you have the best educators available for special classes, for YouTube live classes. The best of the best is available. And then Unacademy, the advantages are everything in this page, answer live polls, test and quizzes, and you get a PDF learning materials, daily reports and all those things are also available. And then the new batch course is actually starting. And please unlock the free content, and the 12-month subscription is 9,350. And please don't forget to use my code, that is AMT10. And you also get EMI options for the subscription to Plus. Like subscribe to EMI options available. Appo nammada topic like ellavarkum swagatham, that is exceptional children. Appo nammal ellavarum ingane wonderedikkum when you actually see the topic കാണുമ്പോഴത്തേനും എന്താണ് exceptional children അല്ലെങ്കിൽ ആരെയൊക്കെയാണ് exceptional children എന്ന് വിളിക്കുക എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആരെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്, അവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കൂടുതൽ അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളായിട്ട് സൈക്കോളജിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. സോ വെൽക്കം ടു ദിസ് ടോപ്പിക്. സോ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്താണ്? എക്സെപ്ഷണൽ ചിൽഡ്രൻ, a concept of exceptional children എന്താണെന്ന് നമുക്ക് നോക്കാം. An exceptional children is the one who deviates from the normal child in mental, physical, emotional and social characteristics to an extent that he requires special education service. അതായത് നമ്മൾ തന്നെ ചോദിക്കും, നമ്മൾ ഈ മെന്റൽ ഡിസോർഡേഴ്സിന്റെ കാര്യം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും, so this is normal, who says this is normal? അതായത് നമ്മളെല്ലാവരും ഭൂരിപക്ഷം പേരും ഇത് നോർമൽ ആണെന്ന് പറയുന്നത് കൊണ്ട് ഇത് തന്നെയാണ് നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? പക്ഷെ ഈ നോർമാലിറ്റിക്കും അബ്നോർമാലിറ്റിക്കും ഇടയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ തിൻ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. സോ നോർമാലിറ്റി അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി തിൻ ഏരിയ ദാറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ. അപ്പൊ അതുപോലെ തന്നെ അപ്പം എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഒരു കുട്ടിക്ക് ഇത്രമാത്രം എന്താ പറയാ സോഷ്യൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാവണം എന്ന് പിയാഷയുടെ തിയറികളിലായിക്കോട്ടെ ചൈൽഡ് ഡെവലപ്മെന്റ് തിയറികളിലായിക്കോട്ടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നോർമൽ ചൈൽഡ് ഡെവലപ്മെന്റ് നടക്കാതെ വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കുട്ടികളാവാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വളരെ കുറച്ച് സ്ലോ ആയിട്ട് മെന്റലോ ഫിസിക്കലോ ഇമോഷണലോ സോഷ്യലോ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്ന കുട്ടികളെ ആവാം. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പം ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ ബിക്കോസ് ഓഫ് ദിസ് ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഡെവലപ്മെന്റിനകത്ത് ഡീവിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസ് എന്താ പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസ് ആവശ്യമായി വരുന്ന കുട്ടികളെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് വിളിക്കുക. ഇനി ടൈപ്സ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ ഏതൊക്കെ ടൈപ്സ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ മെന്റലി എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ട്, ചില ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിട്ടുള്ളവരുണ്ട്, ക്രിയേറ്റീവ് ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. സോ ഫസ്റ്റ് ടൈപ്പ് ആണ് മെന്റൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ. ആൻഡ് ദെൻ വി ഹാവ് നമുക്ക് അടുത്തതായിട്ടുള്ളതാണ് സെൻസറി എക്സെപ്ഷണൽ ചിൽഡ്രൻ. അതായത് എന്താ പറയുക, വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ കാണും, ഡെഫ് ആയിട്ടുള്ള കുട്ടികൾ കാണും. സോ വിഷ്വലി ഇംപയർഡ് അല്ലെങ്കിൽ ഹിയറിംഗിലി ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ, ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്സ്, അതായത് കൈകൾക്കോ കാലുകൾക്കോ ബലക്ഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹാൻഡിക്യാപ്പ് പോളിയോ ബാധിച്ച കുട്ടികൾ. സോ ഓൾ ദീസ് ചിൽഡ്രൻ കംസ് അണ്ടർ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്. ദെൻ അക്കാഡമിക്കലി എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ട്, ലേണിംഗ്ലി ഡിസേബിൾ ആയിട്ടുള്ളവരുണ്ട്, സ്ലോ ലേണേഴ്സ് ഉണ്ട്. സോ അക്കാഡമിക്കലി എക്സെപ്ഷണൽ, അക്കാഡമിക്കലി സാധാരണ ഒരു നോർമൽ ഏജിൽ ഇപ്പൊ 1ാം ക്ലാസ്സുകാരന്റെ പഠനം അല്ലെങ്കിൽ ഒരു സിലബസ് എന്ന് പറയുന്നത് ആ ഏജിലുള്ള കുട്ടികൾക്ക് നോർമലി പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ അക്കാഡമിക്കലി എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ 1ാം ക്ലാസ്സിലെ സിലബസ് പഠിക്കാൻ ചിലപ്പോൾ കഴിവുണ്ടാവില്ല, ചിലപ്പോൾ കഴിവ് കൂടുതലായി. സോ അക്കാഡമിക്കലി എക്സെപ്ഷണൽ ചിൽഡ്രൻ ഇസ് ദ 4th കാറ്റഗറി. ആൻഡ് ദെൻ കംസ് മൾട്ടിപ്പിൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ, ദാറ്റ് ഇസ് ദ 5th കാറ്റഗറി. ചിലപ്പം കുട്ടികൾ വിത്ത് സെറിബ്രൽ പാൾസി, അവർ മെന്റലി എക്സെപ്ഷണൽ ആയിരിക്കാം, അതുപോലെ തന്നെ അവർ അക്കാഡമിക്കലി എക്സെപ്ഷണലോ ആണ്, ചിലര് സെൻസറി എക്സെപ്ഷനോ ആണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഓൾസോ ചിൽഡ്രൻ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ചിലപ്പോൾ ഡെഫ് ആയിട്ടുള്ളവരും ഡംബ് ആയിട്ടുള്ളവരും രണ്ടും ഇമ്പയർമെന്റും ഒരുമിച്ചുള്ളവരുണ്ട്. ചിലപ്പോൾ അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം
ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് മൾട്ടിപ്പിൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി അടുത്തത് ദ IQ ടെസ്റ്റ് സ്കോർ. അപ്പൊ നമ്മൾ ഈ IQ ടെസ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ നമ്മൾ എന്താ പറയാ അതിനെ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് ഈ ഒരു IQ ടെസ്റ്റ് വഴിയായിട്ടാണ്. അപ്പം IQ ടെസ്റ്റിന്റെ ഈ ഒരു എന്താ പറയാ ഈ ഒരു വേവ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണുമ്പോൾ തന്നെ അറിയാം 70% ഓഫ് ദ ടോട്ടൽ ആൾക്കാർ ബിലോങ്സ് ടു ദ റേഞ്ച് ദാറ്റ് ഇസ് ആവറേജ് ആണ്. അപ്പം അതില് ആവറേജ് ആയിട്ടുള്ളവരുണ്ട്, ഹൈ ഇന്റലിജൻസ് ഉള്ള ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീനിയസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഈ നോർമൽ റേഞ്ചിന് താഴെ ലോ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരും ഉണ്ട്. സോ IQ ടെസ്റ്റിന്റെ ബെൽ കർവ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ആരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് നമുക്ക് നോക്കാം. സോ എനി ചൈൽഡ് ഹു ഇസ് നാച്ചുറലി എൻഡോർഡ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ജനറൽ മെന്റൽ എബിലിറ്റി ഓർ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഇൻ സ്പെസിഫിക് സ്പിയർ ഓഫ് ആക്ടിവിറ്റി ഓർ നോളജ്, അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് വിളിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ചില റിയാലിറ്റി ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ ഡ്രംസ് നല്ലപോലെ പ്ലേ ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പിയാനോ നല്ലപോലെ പ്ലേ ചെയ്യുന്ന കുട്ടികളുണ്ട്, സിംഗിങ് കപ്പാസിറ്റി, മ്യൂസിക്കിൽ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് വിളിക്കുക. ഇൻ മോസ്റ്റ് കൺട്രീസ് ദ പ്രിവെയിലിംഗ് ഡെഫിനിഷൻ ഈസ് ആൻ ഇന്റലിജന്റ് ക്വോഷ്യന്റ് above 130. ഇപ്പൊ 130 ഓർ മോർ IQ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിട്ട് കണക്കാക്കുക ബേസ്ഡ് ഓൺ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. ഓക്കെ, ഇനി ഹു ഈസ് ടാലന്റഡ്? Talented includes all areas of child's life, academic, artistic, athletic, social. അപ്പം ഇതിലേതെങ്കിലും ആകാം അല്ലെങ്കിൽ ഇതിലെല്ലാം ആകാം. ഓക്കെ, ഇനി ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അവർക്ക് ഹാവ് ലാർജ് വൊക്കാബുലറി, ഭയങ്കര ലാർജ്. ഇപ്പം എലൻ എന്ന് പറയുന്നത് എലൻ ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ചൈൽഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രനെ അവർ കൊണ്ടുവരും. സോ മേ ബി ദർ ആർ 3-year-old or 4-year-old ഹു വുഡ് നോ അബൌട്ട് ദ ഹോൾ എന്താ പറയാ ആ ഗ്ലോബിലെ എല്ലാ ഏത് പിൻ പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊക്കെ അറിയാവുന്ന കുട്ടികളുണ്ടാവും. സോ ഹാവ് ലാർജ് വൊക്കാബുലറി. അതുപോലെ തന്നെ വലിയ വലിയ വാക്കുകൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെച്ചുവർഡ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. സോ ഹാവ് ലാർജ് വൊക്കാബുലറി is one characteristics. എല്ലാം ഉണ്ടാവണമെന്നല്ല, ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. എക്സ്പ്രസ് ക്യൂരിയോസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളവര്, സെൽഫ് ക്രിട്ടിക്കൽ ആയിരിക്കും, ക്വിക്ക് കോംപ്രിഹെൻഷൻ, പെട്ടെന്ന് ഒരു കാര്യത്തെ അപഗ്രഥനം ചെയ്യാനും മനസ്സിലാക്കാനും കഴിവുള്ളവരായിരിക്കും, കീൻ ഒബ്സർവേഴ്സ് ആയിരിക്കും, നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിവുള്ളവരായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പഠിക്കാൻ കഴിവുള്ളവരായിരിക്കും, ലേൺ ഫാസ്റ്റ്, ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. ആൻഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഓൾവേസ് ഹാവ് ദിസ് ഡിസയർ ടു ബി എക്സലന്റ്, ദേ പുഷ് ദംസെൽസ് ടു ബി എക്സലന്റ്, എപ്പോഴും ബെസ്റ്റ് ആവണം എന്നുള്ളൊരു ഡിസയറും അവരിലുണ്ടാവാം. ആൻഡ് ഓർഡേഴ്സ് തിങ്സ് ലോജിക്കലി ആൻഡ് ഹാവ് എ ഗുഡ് മെമ്മറി. ഇതൊക്കെ ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് എന്താ പറയുക ആവറേജ് എന്നല്ല, കുറച്ച് നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇനി ഐഡന്റിഫൈങ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. എങ്ങനെ നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? ടെസ്റ്റ് സ്കോർസ് വഴിയായിട്ട്, അതായത് നമ്മുടെ ബേസിക്കലി നമ്മുടെ ക്ലാസ്സുകളിൽ നടത്തുന്ന ബേസിക് ടെസ്റ്റുകൾ, സ്റ്റുഡന്റ് സ്കോർ വഴിയായിട്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ചില പിള്ളേർക്ക് എത്ര എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അത് സ്കോർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ദേ ആർ ഗിഫ്റ്റഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ടെസ്റ്റ് സ്കോർസ് വഴിയായിട്ട്. സ്കോർസ് അബൌവ് 85% ഇസ് എ കാൻഡിഡേറ്റ്. 85% മുകളിൽ എന്താ പറയുന്ന പൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് തീർച്ചയായിട്ടും അവരെ ഗിഫ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു എന്താ പറയുക കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. സോ ഐഡന്റിഫൈങ് 15% ടാലന്റ് പൂൾ, അപ്പൊ ഇതൊക്കെ വഴിയായിട്ട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് ബേസിക്കലി സംഭവിക്കുന്ന ഒരു ക്ലാസ്സിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. So teacher nominations, it is for nominating children with abilities that the test do not easily show. ഇപ്പൊ ക്രിയേറ്റിവിറ്റി ടെസ്റ്റുകളോ അല്ലെങ്കിൽ അത് പരീക്ഷ കാണിക്കാത്ത രീതിയിലുള്ള ടെസ്റ്റുകൾ, ക്രിയേറ്റിവിറ്റി ടെസ്റ്റുകൾ, ടാലന്റ് ടെസ്റ്റുകൾ, മേ ബി മ്യൂസിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എലക്യൂഷൻ കോമ്പറ്റീഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴിയായിട്ടുള്ള ടീച്ചർ നോമിനേഷൻസ് വഴിയായിട്ട് നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബൈ പേരന്റ് നോമിനേഷൻ പറ്റും, പ്യുവർ നോമിനേഷൻ പറ്റും, ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റുകൾ കൊടുത്തിട്ട് നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് നോമിനേഷൻ ഇസ് ഓൾസോ അനദർ വേ. സെൽഫ് നോമിനേഷൻ എന്ന സെൻസ്, അതായത് ഓക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ചെയ്യുന്നത്, അങ്ങനെയും സംഭവിക്കാം. അലൗസ് പ്രീവിയസ് ഇയർ ടീച്ചേഴ്സ് ടു നോമിനേറ്റ് സ്റ്റുഡൻസ് ഹു ആർ നോട്ട് റെക്കമെൻഡഡ് ബൈ ദെയർ പ്രസന്റ് ടീച്ചേഴ്സ് ബേസ്ഡ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസ്. സ്പെഷ്യൽ നോമിനേഷൻസ് വഴിയായിട്ടും ഒക്കെ ക്ലാസ്സുകളിൽ വഴിയായിട്ടും ഒക്കെ നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോട്ടിഫിക്കേഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് പേരൻസ്.
അപ്പം ഇതൊക്കെ ഒരു സ്കൂൾ സെറ്റിംഗ്. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് അകത്ത് വരുന്ന രീതിയിൽ ഉള്ള എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ചാണ്. സോ മോർ ബേസിക്കലി ഐ വുഡ് സേ നമ്മുടെ BEdകാർക്കൊക്കെ പഠിക്കാനുള്ള ഒരു സിലബസിലൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സെപ്ഷണൽ ചിൽഡ്രനെ നമ്മൾ കണ്ടുപോകുന്നത്. ഓക്കെ, സോ നോട്ടിഫിക്കേഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് പേരൻസ്. Sending a letter that includes a notification and comprehensive description of the program to the parents of their all talentful students, making orientation sessions and with parents and their children. അപ്പം അതായത് നമ്മൾ ഒരു കുട്ടി ഗിഫ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഈസി ടു ടെൽ ദ പേരൻസ് ദാറ്റ് ദേ ആർ ഗിഫ്റ്റഡ്. അപ്പം അവർ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ പറയുമായിരിക്കാം. സോ അങ്ങനെ അവർക്ക് പ്രത്യേകം ഓറിയന്റേഷൻസ് കൊടുക്കേണ്ടതും ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എന്തൊക്കെയാണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇൻഎബിലിറ്റി ടു അഡ്ജസ്റ്റ് വിത്ത് സബ് സ്റ്റാൻഡേർഡ് ടീച്ചിങ്. അതായത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടി ഗിഫ്റ്റഡ് ചൈൽഡ് ആണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അപ്പം തന്നെ ഓൾജിബ്രയും അല്ലെങ്കിൽ ഡിഫറൻസിയേഷനും ഒക്കെ പഠിക്കാനായിട്ട് കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും 1ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ 1, 1, 2 എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ആ സബ് സ്റ്റാൻഡേർഡ് ടീച്ചിങ്ങിനോട് ഒരിക്കലും ആ കുട്ടികൾക്ക് എന്താ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഫിക്കൽട്ടി ടു ടോളറേറ്റ് സബ് സ്റ്റാൻഡേർഡ് ഒപ്പീനിയൻസ്. അപ്പം ഈ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടികൾ എന്താ പറയുന്നത്, ഇതൊന്നും അല്ല, വേറെ ലെവലാണ്. ബിക്കോസ് അവരുടെ മാച്യൂരിറ്റി ലെവല് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കണ്ടംപ്റ്റ് ഫ്രം ദ ഗിഫ്റ്റഡ് ഫ്രം അതേഴ്സ്. കണ്ടംപ്റ്റ് അതായത് സ്വന്തം ഗിഫ്റ്റിനെ എന്താ പറയുന്നത് കണ്ടംപ്റ്റ് ചെയ്ത് വെക്കുക. അത് കാരണം അതൊന്നും കാണിക്കാനായിട്ടുള്ള എന്താ പറയുന്നത് ഒരു വേ ഇല്ലാതെ പോകുന്നു. ലാക്ക് ഓഫ് എക്സ്ട്രാ കോമ്പിറ്റന്റ് ടീച്ചർ. അപ്പം ഒരു ഗിഫ്റ്റഡ് ചൈൽഡ് ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു സ്കൂളിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ വളർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ ഇല്ല. സോ എക്സ്ട്രാ കോമ്പിറ്റന്റ് ടീച്ചേഴ്സ് അവിടെ തിരിച്ചും ഇന്നവൈലബിൾ ആണ്. ഇൻഡിഫറൻസ് ഓഫ് ദി സൊസൈറ്റി ടുവേർഡ്സ് ഗിഫ്റ്റഡ്. അപ്പം ആ കുട്ടിക്ക് ഭയങ്കര കഴിവ് കൂടുതലുണ്ട് അല്ലെങ്കിൽ കഴിവ് കുറവുണ്ട്, നോർമൽസിന്ന് മേലിലോ താഴെയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാണുക. അപ്പം ഇൻഡിഫറൻസ് ഓഫ് ദി സൊസൈറ്റി ടുവേർഡ്സ് ദി ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഇൻട്രസ്റ്റഡ് ടു ബി ഇൻ എ കമ്പനി വിത്ത് എൽഡേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പിയേഴ്സ്. അപ്പൊ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ മെച്ചൂരിറ്റി ലെവൽ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ ലെവലിലുള്ള പിയേഴ്സിനോടായിരിക്കില്ല, കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാരോടായിരിക്കും അവര് കമ്പനി അടിക്കാനായിട്ട് ചിലപ്പോൾ ആഗ്രഹിക്കുക. ഇനി പെർഫെക്ഷനിസം ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ, അതായത് അവർ എത്രമാത്രം അവരെ പുഷ് ചെയ്താലും ദേ ഫീൽ ദാറ്റ് ദേ ക്യാൻ ഡു ബെറ്റർ. സോ അവരുടെ തന്നെ ഭയങ്കര ഒരു ക്രിട്ടിക് ആയിരിക്കും. സോ പെർഫെക്ഷനിസം ഇസ് അനദർ റീസൺ. ആൻഡ് ദെൻ ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പം ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, മറ്റു കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റിനെ കാണിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദേ ട്രൈ ടു ഹൈഡ് ഇറ്റ് ബിക്കോസ് പീപ്പിൾ ആക്ച്വലി എന്താ പറയുക ഒരു ഇൻഡിഫറൻസ് ചിലപ്പം ആൾക്കാർ കണ്ടാലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും. സോ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇസ് ഓൾസോ a problem that is seen in gifted children. ഇനി 3 ways of educating gifted children. Gifted children നമുക്ക് ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. The first method is acceleration. അതായത് ആ കുട്ടിയെ നമ്മൾ എത്രമാത്രം റാപ്പിഡ് പേസിൽ ആ കുട്ടിയുടെ എന്താ പറയുന്ന കഴിവിനനുസരിച്ച് നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് മാക്സിമം ഇൻഫർമേഷൻ കൊടുത്ത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇഫ് സംബഡി ഈസ് എന്താ പറയുക ഈസ് വെരി സ്കിൽഡ് ഇൻ യൂസിങ് ലൈക്ക് നമ്പേഴ്സ്, മാത്തമാറ്റിക്സിൽ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ വിദ്യാബാലന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അബൌട്ട് എ മാത്തമാറ്റീഷ്യൻ ഹു വാസ് ലൈക്ക് ഐ ഫൊഗോട്ട് ഹർ നെയിം. സോ മാത്തമാറ്റീഷ്യനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഒരു സിനിമ ഉണ്ടായിരുന്നു. So acceleration actually happened. So maximum learning materials rapidly കുട്ടിക്ക് കൊടുത്തു so that gifted child was able to എന്താ പറയുന്നത് get all the knowledge that is possible. Next one is enrichment. The gifted children works through the usual grades at usual pace, but with a curriculum supplemented by a variety of cultural activities. So enrichment is also something that is very important. But usual phase ആയിക്കോട്ടെ, പക്ഷെ variety of cultural activities തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. Then third one is differentiation. The gifted children are accelerated or enriched within the regular classroom. So എന്താ പറയുന്നത് റെഗുലർ ക്ലാസ് റൂമിൽ തന്നെ വെക്കാം, പക്ഷെ എന്താ പറയുന്നത് ഈ ആക്സലറേഷനും എൻറിച്ച്മെന്റും ഒക്കെ ഈ ഒരു ക്ലാസ് റൂമിൽ റെഗുലർ ക്ലാസ് റൂമിൽ തന്നെ കൊടുക്കുന്നു സോ ദാറ്റ് ദേ ക്യാൻ ഹാവ് ഐ വുഡ് സേ എ നോർമൽ ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇനി educational professions for gifted. Accept their superiority, engage them in peer tutoring, arrange a special school for gifted, frame special curriculum, early admission, double promotion. ഇതൊക്കെ educational professions ആണ് for gifted children. അതായത് അവർക്ക് if they have higher ability in mathematics, accept their superiority that they can do good in mathematics. So engage them in peer tutoring. Peer tutoring ൽ അവരെ engage ചെയ്യുക. Arrange a special school for gifted. We would say നമ്മൾ ഈ special
special school എന്ന് പറയുമ്പോൾ it is not only for the one who is below the average, but it is also for, there are special schools for the gifted as well. So where they can get the encouragement, enrichment, and also എന്താ പറയുക acceleration അല്ലെങ്കിൽ അവരുടെ അവരെ എൻറിച്ച് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ സ്കൂളിൽ തീർച്ചയായിട്ടും ഗിഫ്റ്റഡ് ചിൽഡ്രനും ഉണ്ട്. ഇനി ഫ്രെയിം സ്പെഷ്യൽ കരിക്കുലം തീർച്ചയായിട്ടും, കാരണം ആ കുട്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യപ്പെടേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദെൻ ഏർലി അഡ്മിഷൻ, ഡബിൾ പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പം 16-ാം വയസ്സിലും 17-ാം വയസ്സിലും PhD എടുത്ത് റെക്കോർഡ് എടുത്ത ആൾക്കാർ വരെയുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. സോ ദാറ്റ് ദേ ആർ ഗിഫ്റ്റഡ് പീപ്പിൾ. ഓക്കെ, സോ ഡബിൾ പ്രൊമോഷൻ, ഏർലി അഡ്മിഷൻ, ഓൾ ദീസ് തിങ്സ് ആർ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് ഫോർ എ ഗിഫ്റ്റഡ് ചൈൽഡ്. ഇനി വേറൊരെണ്ണമാണ് ക്രിയേറ്റീവ് ചിൽഡ്രൻ. ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ് ആരാണെന്ന് നമുക്ക് നോക്കാം. they not only think quite differently but also feel and act quite differently. ഇപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളെ പേഴ്സണലി പരിചയം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ തോട്ട്സ് മാത്രമല്ല, അവരുടെ ചിന്തകൾ മാത്രമല്ല, അവരൊരു കാര്യത്തെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതോ അവരൊരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരൊരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നതോ ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സോ ക്രിയേറ്റീവ് ചിൽഡ്രൻ. So creative children are those individuals that not only think differently but also feel and act quite differently. Okay, so that is creative children. So creative means the ability or the capacity of a child to create or produce something. എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോവൽ ആയിട്ടുള്ള പുതുമയുള്ള എന്തെങ്കിലും ഒരു കാര്യം മുൻപോട്ടേക്ക് കൊണ്ടുവരാനോ ഒക്കെയുള്ള ഒരു കഴിവിനെയാണ് ക്രിയേറ്റിവിറ്റി. അല്ലെങ്കിൽ ഒരാൾ ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ he or she would have the capacity to bring something എന്താ പറയുന്നത് novel, new. Okay, but Wilson, Guilford and Christensen and definitional, the creative process is any process by which something new is produced, an idea or an object, including a new form or arrangement of old elements. The new creation must contribute to the solution of the problem. So creativity എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പുതിയ അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ മെത്തേഡ് ഉപയോഗിക്കുന്നവരെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ആ മെത്തേഡിനെ വേറൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്രിയേറ്റിവിറ്റി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ക്വൈറ്റ് ബ്രോഡ് ജനറിക് ടൈം അല്ലെ. ഒരാൾ ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ തന്നെ അത് ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും ക്രിയേറ്റീവ്. ചിലപ്പോൾ ചിന്തകളിൽ ക്രിയേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ, ചിലപ്പോൾ ഡാൻസിൽ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ ക്വൈറ്റ് ബ്രോഡ് ജനറിക് ടൈം. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൺസ് എൻവയോൺമെന്റ്. അതായത് ഒരു എൻവയോൺമെന്റിന്റെ ഫംഗ്ഷൻ കൂടെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റിക്കകത്ത് നമ്മൾ പറയുമ്പോൾ. ഓക്കെ, എനി ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഇസ് ദ സോഴ്സ് ഓഫ് ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ ക്രിയേറ്റർ. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി എ പേഴ്സണൽ ജോയ് ഫോർ എ പേഴ്സൺ. സോ മൈ ബ്രദർ ഇസ് എ ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പം ഫോർ ഹിം വെൻ ഹി ഈസ് ഡൂയിങ് എൻ ആർട്ട് ഫോം ഇറ്റ് ആക്ച്വലി ബ്രിങ്സ് എ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ ജോയ്. ആൻഡ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ജോയ് ഓഫ് എ ക്രിയേറ്റർ. അതായത് ഉണ്ടാക്കിയ, അത് നിർമ്മിച്ച അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ജോയ് ആണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. ഇറ്റ് ഹാസ് ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടു ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ബിഗിൻസ്, പ്രോസസ്സസ് ആൻഡ് എൻഡ്സ് വിത്ത് അഫിനിറ്റി ഫോർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തോടുള്ള ഒരു ഭയങ്കര അഫിനിറ്റിയിലായിരിക്കും ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് റിസൾട്ട് ഇൻ അപ്രോപ്രിയേറ്റ്നെസ്. അതായത് എന്തെങ്കിലും ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. ദ പാത്ത് വേ ടു ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്സ് റിസ്ക്സ്, ഡെയറിംഗ് ആൻഡ് പെർസിസ്റ്റൻസ്. അപ്പം ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് പാസീവ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് റിസ്ക് ഉണ്ടായിരിക്കും, ഡെയറിംഗ് ആയിരിക്കും, കുറച്ചുകൂടെ പെർസിസ്റ്റൻസ് ആയിരിക്കും. സോ ദാറ്റ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇനി let's see what are the characteristics of creative children. In creative childrenന്റെ characteristics എന്താണെന്ന് നമുക്ക് നോക്കാം. They would have a great deal of energy. ഭയങ്കര എനർജി ആയിരിക്കും. They are also quiet and at rest. ചിലപ്പോൾ അവർ എനർജി ഉണ്ടെങ്കിൽ പോലും whatever that is giving them that creative joy, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അവരുടെ എനർജി നമ്മൾക്ക് വെളിവാകുന്നത്. They tend to be smart yet naive at the same time. അപ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചിലർ സോഷ്യലി ഓക്വേർഡ് ആയിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സൺ ആയിരിക്കും, പക്ഷെ they don't speak much in a social situation and they tend to be alone. So they can be naive at times, but they are
They are very smart. They are very curious by nature and possess foresightedness in abundance. അതായത് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. The reason for somebody to be creative is that okay ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ക്യൂരിയോസിറ്റി is actually the എന്താ പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഫണ്ടമെന്റൽ ഫാക്ടർ ഫോർ ക്രിയേറ്റിവിറ്റി ആണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ദേ കനോട്ട് സിറ്റ് സ്റ്റിൽ അൺലെസ് അബ്സോർബ്ഡ് ഇൻ ടു സംതിങ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. മീനിങ് ദേ ഹാവ് ടു ഡു സംതിങ് ദാറ്റ് ഗിവ്സ് ദം ദാറ്റ് ക്രിയേറ്റീവ് ജോയ്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. ദേ ആർ തോട്ട് ടു ബി റിബിലിയസ് ആൻഡ് ഇൻഡിപെൻഡന്റ്. മേ ബി ഇഫ് യു സീ എന്താ പറയുന്നത് നിങ്ങൾ ഡാൻസ് റിയാലിറ്റി ഷോസ് കണ്ടിട്ടുണ്ട് എങ്കിൽ ഡാൻസ് ഇസ് നോട്ട് എ പ്രൊഫഷൻ ദാറ്റ് എവറിബഡി ചൂസസ്. എസ്പെഷ്യലി എന്താ നമ്മുടെയൊക്കെ രാജ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ആരും ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അല്ല. അപ്പം നമുക്ക് ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാവും. സോ പക്ഷേ ഫോർ ദാറ്റ് ക്രിയേറ്റീവ് പേഴ്സൺ ഡാൻസിങ് ഇസ് ആക്ച്വലി അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് മൂവ്മെന്റ്സ് ഇസ് ആക്ച്വലി ഹിസ് എന്താ പറയുന്നത് that is where he put his എന്താ പറയാ a deal of energy. അപ്പം unless it is absorbed അത് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. So they thought of to be rebellious and independent. Okay, and they are very compassionate and have many fears like death, loss of a loved one. So ഇതൊക്കെ നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. They alternate between imagination and fantasy at the end and a rooted sense of reality at the other end. So ഒരു ഇമാജിനേഷനും ഫാന്റസിക്കും ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന ആൾക്കാരാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. സോ ദേ ഡെമോൺസ്ട്രേറ്റ് ഒറിജിനൽ ഐഡിയാസ് ഇൻ ആക്ഷൻ, ലേൺ ഫ്രം an exploratory level and resist rote memory and just being a listener. സോ എന്തെങ്കിലും ഒരു കാര്യത്തെ കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല ഒരു എക്സ്പ്ലോറേറ്ററി ലെവലിലേക്ക് പോകാനും എന്താ പറയാ പുതിയ ഐഡിയാസ് ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ നമ്മൾ ഇവിടെ കുറച്ച് എന്താ പറയാ ജനറലൈസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണ്ടത്. ഇനി ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ കാറ്റഗറൈസ് ബേസ്ഡ് ഓൺ ഏരിയാസ് വേർ ദേ ഡെമോൺസ്ട്രേറ്റ് എബിലിറ്റീസ്. സോ മേ ബി സം പീപ്പിൾ ആർ വെരി ഗുഡ് അറ്റ് ആർട്ട് മേക്കിംഗ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് മേക്കിംഗിൽ ഭയങ്കര കഴിവായിരിക്കും. ദെൻ സം പീപ്പിൾ ആർ പെയിന്റിംഗ്. ടു understand color is actually creativity. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പെയിന്റ് ചെയ്യുന്നതിന് എന്താ, പക്ഷെ അല്ല, ആ കളേഴ്സിനെ ഇന്ന കളേഴ്സിനെ മേക്കിംഗ് ദ കളേഴ്സ് സ്പീക്ക് is actually creative. So photography, working with wires, clay, paper, that means craft making. Creative plays, example role play, imaginative play, drama, all these things are also category which comes under the creative children. ഇനി കോസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്തൊക്കെയായിരിക്കും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ ക്രിയേറ്റിവിറ്റി ഈസ് കോസ്ഡ് ബൈ ബോത്ത് നേച്ചർ ആൻഡ് നർച്ചർ. അതായത് നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സും ആകാം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ആകാം, നമ്മൾ വളർന്നു വന്ന രീതി. ഇഫ് വി ഹാഡ് എ ലോട്ട് ഓഫ് novel experiences and situations where we could actually work. അപ്പം creativity can be both hereditary and also environmental factor ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഫാമിലി എക്സ്പീരിയൻസുകളാകാം, മറ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലെ മറ്റ് എക്സ്പീരിയൻസുകളാകാം, നമുക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആവാം. അതായത് നമ്മൾ even there are parents who actually read books to the child when he or she is in the belly. So education and training, if somebody is planning for that can also be a reason for the kids to be creative. So society can be an environmental factor for creativity. If you are in a society where there is a lot of creative people involved, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ക്രിയേറ്റീവ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പുതിയ ഐഡിയാസിനെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ അതൊരു റീസൺ ആണ്. സൊസൈറ്റി വേർ നോവൽ തിങ്സ് ആർ ബീങ് എന്താ പറയുന്നത് സ്വീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ഫാക്ടറായിട്ട് കാണും. ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഓൾസോ. ഇഫ് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വാല്യൂസ് ഉള്ള ഒരു കൾച്ചർ ആണെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇസ് നോട്ട് സംതിങ് ദാറ്റ് വുഡ് കം ഇൻ ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ കൾച്ചറൽ വാല്യൂസ്, ഇഫ് ദ വാല്യൂസ് ആർ ഓപ്പൺ to new ideas, so that can be seen as an environmental factor. Okay, ini learning disabled children. So these are also exceptional children. Exceptional children ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആൾക്കാരാണ് learning disabled children.
സോ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? നമ്മളൊക്കെ ഒത്തിരി കേൾക്കുന്നതും നമ്മൾ ചുമ്മാ തമാശക്കാണെങ്കിൽ എടാ നിനക്ക് ഡിസ്ലെക്സി ആണോ, അതായത് നമ്മുടെ സിഒ ഡിഒ എല്ലാം തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ തമ്മിൽ പോലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്താണ്, അതെങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ലേണിംഗ് disabilities or learning disorders are an umbrella term for a wide variety of learning problem. അപ്പം ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം അയാൾക്ക് ഒരു അംബ്രല്ല ടേം ആണ്, ഒരു വലിയ കൊട, അതിന്റെ കീഴിൽ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഒരാൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു ടെൽ ഏത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയണം. ഓക്കെ, സോ ലേണിംഗ് ഡിസബിലിറ്റീസ് ആർ ഡ്യൂ ടു ജനറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇത് മെന്റൽ ഡിസോർഡേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു മെന്റൽ കണ്ടീഷനുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെയൊക്കെ ഒരു വൺ സിംഗിൾ റീസൺ അല്ലെങ്കിൽ പിൻ പോയിന്റഡ് റീസൺ നമുക്ക് ഒരിക്കലും കൊടുക്കാനായിട്ടുണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി ലൈക്ക് എന്താ പറയുന്നത് ഒരു കൾമിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീസൺസ് വൈ എന്താ പറയാ വൈ സംതിങ് ആക്ച്വലി ഹാപ്പൻ. സോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതിന് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കാണാം, അല്ലെങ്കിൽ ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രെയിൻ ഫംഗ്ഷൻസിന് ഉണ്ടായ മാറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യത്തിന്റെ ആയിരിക്കും. മീനിങ് ലേണിംഗ് ഡിസബിലിറ്റിക്ക് അല്ല, മറ്റെന്ത് കണ്ടീഷൻ ആണെങ്കിലും ആ സാഹചര്യത്തിന്റെ ആയിരിക്കാം. നർച്ചറും ആകാം ഒരു റീസൺ ഫോർ സംബഡി ടു ബി ലേണിംഗ്ലി ഡിസേബിൾഡ്. ഓക്കെ, so these processing problems can interfere with learning basic skills such as reading, writing or mathematics. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പം ടീച്ചേഴ്സ് ആയിട്ട് ഏതെങ്കിലും സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നോട്ട് എവറി സിംഗിൾ ചൈൽഡ് ഹാസ് ദ സെയിം പേസ് ടു ലേൺ ദ ബേസിക് സ്കിൽസ്. ബേസിക് സ്കിൽസ് മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും ഒരേ കഴിവല്ല ഉള്ളത്. അതായത് പെട്ടെന്ന് ചില കുട്ടികൾ പെട്ടെന്ന് വായിക്കുന്നവരുണ്ട്, ചില കുട്ടികൾ താമസിച്ച് വായിക്കുന്നവരുണ്ട്, താമസിച്ച് എഴുതുന്നവരുണ്ട്, ചിലർക്ക് മടി കാരണമായിരിക്കും. പക്ഷെ എന്നാലും താമസിച്ച് എഴുതുക, വായിക്കുക അല്ലെങ്കിൽ മാത്സിനെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ലേണിംഗ് ബേസിക് സ്കിൽസ് ആണ്. അപ്പം ഇതിലും ഒത്തിരി ഡിഫറൻസസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. And they can also interfere with higher level skills such as organization, time planning, abstract reasoning, long or short term memory, attention. ഇതൊക്കെ ഹയർ ലെവൽ സ്കിൽസുമായിട്ടും ഈ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഇന്റർഫിയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി സിംറ്റംസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. അപ്പം എങ്ങനെ നമുക്ക് ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന്, ഒരു പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടിയിൽ എങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി ടെൽ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ there are certain symptoms which we can actually look for. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ശരിക്കും ഓക്കെ ഇതിന് ചിലപ്പോൾ ഇതാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ ഒരു എന്താ പറയാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ നേടാനും മുമ്പോട്ടേക്ക് പോകാനും പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് സിംറ്റം ഇസ് പ്രോബ്ലംസ് പ്രൊനൗൺസിങ് വേർഡ്സ്. എന്തെങ്കിലും ഒരു കാര്യം പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ഉള്ള കുട്ടികളുണ്ട്. സോ പ്രോബ്ലംസ് പ്രൊനൗൺസിങ് വേർഡ്സ്, ലുക്ക് ഫോർ ദീസ്. ഓക്കെ, ട്രബിൾ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്. ചിലപ്പോൾ റൈറ്റ് വേർഡ് മനസ്സിലുണ്ട്, നാക്കിന്റെ തുമ്പത്തോണ്ട് കിട്ടത്തില്ല, അത് നമുക്കൊക്കെ വരുന്നതാണ്. പക്ഷെ ഇഫ് ദാറ്റ് ഇസ് എന്താ പറയുന്നത് വളരെ എവിഡന്റ് ആയിട്ട് ഈ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡിഫിക്കൽട്ടി റൈമിങ്ങിന്. ഇപ്പൊ റൈംസ് ചൊല്ലുമ്പോൾ മാത്രമല്ല, റൈമിംഗ് ആയിട്ടുള്ള എന്ത് കാര്യം പറയുമ്പോഴാണെങ്കിലും അതിലൊരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. And trouble learning with alphabets, numbers, colors. So I have seen I had a client who would actually write all the letters തിരിച്ച്. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുള്ളൂ, ബി ഇസ് ദിസ്, സി ഇസ് ദിസ്, ഡി ഇസ് ദിസ് ആൻഡ് ഇ ഇസ് ദിസ്. അപ്പം whatever we try to tell the child ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും that he or she is not able to understand. So trouble learning alphabets. So alphabets മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്പേഴ്സ് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കളേഴ്സ് മനസ്സിലാവാൻ, ഷേപ്സ് മനസ്സിലാവാനുള്ള ഡിലേസോ ഒക്കെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. And then difficulty following directions or learning routines. എന്തെങ്കിലും ഒരു ഡയറക്ഷൻസ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയില്ലേ നിന്റെ ബാഗ് അവിടെ കൊണ്ടുവച്ചിട്ട് നീ ഇപ്പുറത്തോട്ട് നീങ്ങിയിരിക്കുക, നീ എന്നിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഈവനിങ് സ്നാക്ക് എടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ there are 3 instructions that is given. അപ്പം ചില കുട്ടികൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കും, they won't understand. ഓക്കെ, അവിടെ ചെല്ലണം, ബാഗ് അവിടെ വെക്കണം, then you have to go to the kitchen and then do it. So some people, ചിലർ പറയില്ലേ കുട്ടി ഇച്ചിരി എന്താ പറയാ പെട്ടെന്ന് ഡയറക്ഷൻസ് എടുക്കാൻ പറ്റില്ല, കുറച്ച് 2-3 പ്രാവശ്യം പറയണം. So difficulty following directions and learning routines.
ആൻഡ് ഡിഫിക്കൽട്ടി കൺട്രോളിങ് ക്രയോൺസ്, എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കത്രിക ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് സ്കില്ലാണ്. പക്ഷെ there are children with learning disability who has actually issues with holding something, so coloring within the lines. അതിപ്പോ ഇപ്പൊ ഈ ഒരു വട്ടത്തിനകത്ത് വട്ടം പോലും ശരിയല്ല, സോ വട്ടത്തിനകത്ത് തന്നെ എന്താ പറയുന്നത് നമ്മൾ കളർ ചെയ്യണം എന്ന് പറയുന്നു, പക്ഷെ എന്നാൽ ദ പേഴ്സൺ ഇസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അപ്പം ഇതൊക്കെ നമുക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഇഫ് ദാറ്റ് ഇസ് ബിയോണ്ട് നോർമൽ, then you have to look for it. And trouble with buttons ഇടുക, that means motor coordination issues. സിപ്പ് ചെയ്യുന്ന, പിന്നെ സ്നാപ്സ് ആൻഡ് ലേൺ ടു ടൈ ഷൂസ്, ഇതൊക്കെ നമ്മൾ സിംറ്റംസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡയഗ്നോസിസ് പർപ്പസ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ എല്ലാ കുട്ടിക്കും ഉണ്ടോ, ഓക്കെ എന്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ദീസ് ആർ സം സിംറ്റംസ് ദാറ്റ് വി ക്യാൻ ആക്ച്വലി ലുക്ക് ഫോർ ഇൻ ദ പ്രീ സ്കൂൾ ഏജ്. നമ്മളിത് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുന്നത് വർക്ക് ചെയ്യുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏജസ് ഫ്രം 5 to 9 എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ട്രബിൾ ലേണിംഗ് ദ കണക്ഷൻ ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്. സോ എ എന്ന് എഴുതി എ സൗണ്ട്, ബി എന്ന് എഴുതി ബി സൗണ്ട്, സി ഡി ഇ. സോ നമ്മൾ എഴുതുന്നതിനൊപ്പം തന്നെ നമ്മൾ വി വെയർ ആക്ച്വലി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ എ ഇത് എങ്ങനെ എഴുതിയത് എ ആണ്, ഇങ്ങനെ എഴുതിയ ബി ആണ്. ഇപ്പൊ ഇതിനെ സി എന്ന് എന്തുകൊണ്ട് പ്രൊനൗൺസ് ചെയ്തുവിടാന്ന് ചോദിച്ചാൽ നമ്മൾ ബി എന്ന് പഠിച്ചത് കൊണ്ട് നമ്മൾ ഇതിനെ ബി എന്ന് വിളിക്കുന്നു. പക്ഷെ ഇതിന്റെ പേര് സി എന്നായിരുന്നെങ്കിൽ നമ്മൾ സി എന്ന് എഴുതും, ഇങ്ങനെ എഴുതിയിട്ട് സി എന്ന് തന്നെ പറഞ്ഞേനെ. അപ്പം ഈ കുട്ടികൾക്ക് ചിലപ്പം ഇങ്ങനെ ലെറ്റേഴ്സും അതിന്റെ സൗണ്ടുകളും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവാം. Unable to blend sounds and to make words. Sounds blend ചെയ്യാനും അല്ലെങ്കിൽ make wordsനെ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു പാട്. And confuses basic words when reading. അതായത് ബേസിക് വേർഡ്സ് ഇപ്പം ആൻഡോ ഓഫോ ദെന്നോ ഒക്കെ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ അത് തന്നെ വായിക്കും. ഇപ്പൊ ഡോഗ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഗോഡ് എന്ന് വായിക്കും, ഗോഡ് എന്ന് പറഞ്ഞാൽ ഡോഗ് എന്ന് വായിക്കും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് വേർഡ്സ് അവർ കൺഫ്യൂസ് ചെയ്യുന്നു. പുതിയൊരു സ്കില്ല് പഠിക്കുന്നതിൽ വളരെ സ്ലോ ആണെങ്കിൽ കൺസിസ്റ്റന്റ്ലി മിസ്പെൽ വേർഡ്സ്. ഇപ്പം ചിലരുണ്ട് ദാറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ ആട്ടോ എഴുതുന്നേ. സോ ചേച്ചിന്ന് കഷ്ടപ്പെട്ട് എഴുതുന്ന ആരും ഇല്ല. നമ്മൾ ദാറ്റ് നൈറ്റ് എന്നൊക്കെ എഴുതും. പണ്ട് ഇതൊക്കെ എന്താ പറയുന്നത് സിംറ്റംസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എത്ര പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും ഫ്രീക്വന്റ് ആയിട്ട് എറർ ഇൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, ദെൻ ട്രബിൾ ലേണിംഗ് മാത്സിന്റെ ബേസിക് കോൺസെപ്റ്റ്, അതായത് ഒന്നും വലിയ ഒന്നൊന്നും പറയാതെ രണ്ടെന്നാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവാതെ പോവുകയാണെങ്കിൽ നമ്മൾക്കെന്ന് വെച്ചാൽ ഈ ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഡിഫിക്കൽട്ടി ടെലിംഗ് ടൈം ആൻഡ് റിമെമ്പറിംഗ് സീക്വൻസ്. ഞാൻ ഓർക്കുന്നുണ്ട് മൈ ബ്രദർ ആക്ച്വലി ലേൺ വെരി വെൽ ടു ടെൽ ടൈം. അവൻ സമയം നോക്കാൻ പെട്ടെന്ന് പഠിച്ചു. ഐ ആക്ച്വലി ടുക്ക് ടൈം. ഞാനിങ്ങനെ 5, 10, 15 എന്നൊക്കെ എണ്ണിയാ പഠിച്ചിരുന്നത്. സോ ഡിഫിക്കൽട്ടി ടെല്ലിംഗ് ടൈം. സോ ചിലർക്ക് അത്ര ടൈം എടുത്താൽ പോലും ആ ടൈമിന്റെ ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. സോ that is something that we have to keep in mind as a symptom. And then from age 10 to 13 learning disability ഉള്ള കുട്ടികൾക്ക് ഡിഫിക്കൽട്ടി വിത്ത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഓർ മാത്സ് സ്കിൽസ്. അല്ലെങ്കിൽ ഒരു കാര്യത്തെ വായിക്കാൻ മാത്രമല്ല അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, വായിച്ചിട്ട് അതെന്താണെന്ന് പറയാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവില്ല, മാത്സ് സ്കിൽസ് ചിലപ്പോൾ ഉണ്ടാവില്ല. ട്രബിൾസ് വിത്ത് ഓപ്പൺ എൻഡഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് വേർഡ് പ്രോബ്ലംസ്. അതായത് വേർഡ് പ്രോബ്ലംസ് എന്തെങ്കിലും കൊടുത്താൽ, ഇപ്പം എന്താ പറയുന്നത് നമ്മുടെ വേർഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്രോസ് വേർഡിങ്സ് കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ട്രബിൾ വിത്ത് ഓപ്പൺ എൻഡഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ ക്ലോസ്ഡ് എൻഡ്, ഓക്കെ വാട്ട് ഇസ് ദിസ് എന്ന് ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ. അതേസമയം വാട്ട് ഡു യു തിങ്ക് ഹൂ ഡു യു തിങ്ക് ഷുഡ് ബി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് എൻ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ. യു ക്യാൻ റൈറ്റ് എനിത്തിങ് ദാറ്റ് യു വോണ്ട്. അപ്പം ഓപ്പൺ എൻഡഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിനുമായിട്ട് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിസ്ലൈക്സ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അവോയ്ഡ് റീഡിങ് അലൗഡ്. അപ്പം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇഷ്ടമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കം വായിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. പൂവർ ഹാൻഡ് റൈറ്റിംഗ്, ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വി ഹാവ് ടു സീ. ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നുണ്ടോ, ബിയും ഡിയും ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒത്തിരി അധികം തിരിഞ്ഞു പോകാറുണ്ട്, സിയും ഇയും. അപ്പം ഇതൊക്കെ എങ്ങനെയാലും തിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കുക. പൂവർ ഓർഗനൈസേഷണൽ സ്കിൽ, അതായത് ബെഡ്റൂമിൽ ഒരു കാര്യം കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെക്കാനോ, അല്ലെങ്കിൽ ഒരു കാര്യം ഇന്നത് ചെയ്യാൻ ആ ടാസ്കിനെ നമുക്ക് ഫോളോ ചെയ്യാനോ, അല്ലെങ്കിൽ ക്ലെൻലിനെസ് ആയിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനോ ഒന്നും പറ്റാതെ പോവുക. ട്രബിൾ ഫോളോയിങ് ക്ലാസ് റൂം ഡിസ്കഷൻ, എക്സ്പ്രസിംഗ് തോട്ട്സ് അലൗഡ്. ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ വലിയ എന്താ പറയാ ചിലപ്പം ലൗഡായിട്ട് പറയും. സോ ദേ ഡോണ്ട് തിങ്ക് ദാറ്റ് എന്താ പറയാ
അതൊരു പ്രശ്നമാണെന്ന് അല്ലെങ്കിൽ അത് അത്രയും തിങ്ക് ക്ലൗഡ് ചെയ്യുന്നത് ഒരു പ്രശ്നമാണെന്ന് ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവില്ല. സ്പെൽ ദ സെയിം വേർഡ് ഡിഫറെന്റ്ലി ഇൻ എ സിംഗിൾ ഡോക്യുമെന്റ്, അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഈ ഡോഗ് എന്ന് പറയുന്നതിനെ ഡോഗ് എന്ന് ചിലപ്പം ആദ്യം വിളിക്കുമായിരിക്കും, അത് കഴിയുമ്പോഴത്തേന് DOG എന്ന് പറയുന്നതിനെ കണ്ടാൽ അതിന് വേറെ എന്തെങ്കിലും ആയിട്ട് വായിക്കും, ടോഗ് എന്നോ എന്തെങ്കിലും വായിക്കും. ഓക്കെ, സോ അങ്ങനെ സ്പെൽ ദ സെയിം വേർഡ് ഡിഫറെന്റ്ലി ഇൻ എ സിംഗിൾ ഡോക്യുമെന്റ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Dyscalculia, that is a learning disability. Dyscalculia, a specific learning that affects a person's ability to understand numbers and learning math facts. Mathematics and facts അല്ലെങ്കിൽ കണക്കുകളിലെ നമ്പേഴ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡിസബിലിറ്റി, ഒരു പേഴ്സന്റെ എന്താ പറയുക എബിലിറ്റി അഫക്ട് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് വിളിക്കുന്നത്. A child's ability to do math will be affected differently by a language disability, a visual disorder, or a difficulty with sequencing, memory and organizing. May struggle. അതായത് ചിലപ്പം ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി, ലാംഗ്വേജ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടാവാം, വിഷ്വൽ ഡിസോർഡർ ഉള്ളത് കൊണ്ടാകാം. അപ്പം ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഡിസ്കാൽക്കുലിയ ആവാം. So many struggle with memorization and organization of numbers, operation, signs and symbols. ചിലർക്ക് ഈ പ്ലസും മൈനസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല, ഇൻറ്റുവും ഇതും തമ്മിലുള്ള. So there are people who cannot understand this, അല്ലെങ്കിൽ it takes time for them to understand. ഇനി കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഡിഫിക്കൽട്ടി ഇൻ ടെല്ലിംഗ് ടൈം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമയം പറയുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പൊ ഇതൊക്കെ ഡിസ്കാൽക്കുലിയയുടെ കീഴിൽ വരുന്ന ഒന്നാണ്. ഇനി സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് ഡിസ്ഗ്രാഫിയ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡിസ്ഗ്രാഫിയ, a specific learning disability that affects a person's handwriting ability and fine motor skill. അതായത് ഇപ്പം ഒരു കുട്ടിക്ക് A എന്ന് എഴുതാനായിട്ട് പറ്റാതെ പോകുന്നു, അതായത് ഹാൻഡ് റൈറ്റിംഗ് എബിലിറ്റി ഇല്ല, ഫൈൻ മോട്ടോർ സ്കിൽസ് ഇല്ല, അതായത് പേന ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് തുമ്പി പിടിക്കുന്നത് പോലെ പിടിച്ച് എഴുതാനായിട്ട് പറ്റാതെ പോകുന്നു. അപ്പൊ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് എ പേഴ്സൺസ് ഹാൻഡ് റൈറ്റിംഗ് എബിലിറ്റി ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. Then basic writing disorders refers to physical difficulty forming words and letters. അപ്പം basic writing disorders എന്താ, ചിലപ്പം difficulty in forming words, എന്തെങ്കിലും ഇപ്പം എയും ബിയും സിയും അറിയാം, എന്നാൽ ഇതിനെ ചേർത്ത് ക്യാബ് എന്ന് ഉള്ള ഒരു വാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. സോ ബേസിക് റൈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവരായിരിക്കാം. Then expressing writing disability, that is indicates a struggle to organize thoughts on a paper. അതായത് മനസ്സിൽ തോട്ട്സ് ഉണ്ട്, but the person is not able to bring that എന്താ പറയുക ഇൻ റൈറ്റിംഗ്, അത് എഴുതി ഫലിപ്പിക്കാനായിട്ട് പറ്റാതെ പോകുന്നു. സോ എക്സ്പ്രസീവ് റൈറ്റിംഗ് ഡിസബിലിറ്റി ഉള്ളവരുണ്ട്. ആൻഡ് ദെൻ ചിലപ്പം സിംറ്റംസ് ആയിട്ട് നമ്മൾ കാണുന്നത് നീറ്റ്നെസ് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് റൈറ്റിംഗ്, ആക്യുറേറ്റ്ലി കോപ്പിയിങ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്, സ്പെല്ലിംഗ് കൺസിസ്റ്റൻസി, റൈറ്റിംഗ് ഓർഗനൈസേഷൻ ആൻഡ് കൊഹേഷൻ. അപ്പം ഈ സിംറ്റംസ് എന്നല്ല, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത്. നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക ആസ്പെക്ടുകൾ നമുക്ക് നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ ഏതെങ്കിലും രീതിയിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, റീഡിംഗ് ആൻഡ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസിംഗ് സ്കിൽ. ഡിസ്ലെക്സിയ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണ്. റീഡിംഗ് ആൻഡ് റിലേറ്റഡ് ലാംഗ്വേജ് അഫക്ട്സ് റീഡിംഗ് ആൻഡ് റിലേറ്റഡ് ലാംഗ്വേജസ് ബേസ്ഡ് ഓൺ ദ പ്രോസസിംഗ് സ്കിൽസ്. അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ബേസിക് റീഡിംഗ് പ്രോബ്ലംസ്. ഒരു കാര്യം ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റാതെ പോകുന്നു, അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രോബ്ലം, ഒരു കാര്യത്തെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ മീനിങ് എന്താണ്, അതിന്റെ ആ ഫ്രേസിന്റെ അർത്ഥം എന്താണ്, പാരഗ്രാഫിന്റെ കോംപ്രിഹെൻഷൻ പ്രശ്നം വരുന്നു. അപ്പൊ അതൊക്കെ ഡിസ്ലെക്സിയയ്ക്ക് കീഴിൽ വരുന്ന രണ്ട് ടൈപ്പിൽ ഒന്നാണ്. ഇനി സൈൻസ് ഓഫ് റീഡിംഗ് ഡിഫിക്കൽട്ടി ഇൻക്ലൂഡ്സ് പ്രോബ്ലംസ് വിത്ത് ലെറ്റർ ആൻഡ് വേർഡ് റെക്കഗ്നിഷൻ. അപ്പം പെട്ടെന്ന് ഈ DOG എന്ന് കണ്ടാൽ അത് D ആണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അത് ബോഗെന്നായിരിക്കും വായിക്കുക. സോ DB ആയിട്ട് തോന്നുക. സോ ലെറ്റർ ആൻഡ് വേർഡ് റെക്കഗ്നിഷൻ, അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ആൻഡ് ഐഡിയാസ്, ഒരു വേർഡിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിന്റെ ഐഡിയ. ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്നു, ഐ ക്യാൻ തിങ്ക് അബൌട്ട് എ പൂച്ചാന്ന്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ്, അപ്പൊ ഒരു വേർഡ് പറയുന്നു, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. സോ ദാറ്റ് ഇസ് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാതെ പോകുന്ന ആൾക്കാരുണ്ട്. സോ റീഡിംഗ് സ്പീഡ് ആൻഡ് ഫ്ലുവൻലി, reading speed and fluency is also something that you can see whether അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജനറൽ വൊക്കാബുലറി സ്കിൽസ്, അപ്പൊ എത്രയെന്ന് പറഞ്ഞാലും വൊക്കാബുലറി ഒരിക്കലും ഡെവലപ്പ് ചെയ്യാതെ പോകുന്നു, ജനറൽ വൊക്കാബുലറി മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ഇനി അടുത്തതാണ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റീസ്. ഹാസ് ട്രബിൾ ഇന്റർപ്രറ്റിംഗ് നോൺ വെർബൽ ക്യൂസ് ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ ഓർ ബോഡി ലാംഗ്വേജ്, മേ ബി ഹാവ് പുവർ കോർഡിനേഷൻ. നമ്മളൊക്കെ ഈ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇങ്ങനെ ഞങ്ങളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ABCD, അതായത് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോ ഇത് എന്താ എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. സോ പീപ്പിൾ അല്ലെങ്കിൽ ചിൽഡ്രൻ മേ ഹാവ് ദാറ്റ് എന്താ പറയുന്ന ഒരു പ്രശ്നം ഇൻ ഐഡന്റിഫൈയിങ് ഈ ഒരു നോൺ വെർബൽ ക്യൂസിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിനെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൈ കാണിച്ച് എത്രയാ എന്നൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പം ചിലരിങ്ങനെ എന്താ എന്ന് ചോദിക്കുമായിരിക്കും. സോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറഞ്ഞുതരാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ. പക്ഷെ അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കുറവ്. സോ ദാറ്റ് ഇസ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റീസ്. ഇനി വേറൊരു ടൈപ്പാണ് ഓറൽ അല്ലെങ്കിൽ റിട്ടൺ ലാംഗ്വേജ് ഡിസോർഡർ, സ്പെസിഫിക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഡെഫിസിറ്റ്സ് ഉള്ളവരുണ്ട്. സോ ലേണിംഗ് ഡിസബിലിറ്റീസ് ഓഫ് വിച്ച് ദേ റെഡ് ഓർ ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്, ദ എബിലിറ്റി ടു എക്സ്പ്രസ് വൺ സെൽഫ് വിത്ത് ഓറൽ ലാംഗ്വേജ് മേ ഓൾസോ ബി ഇമ്പാക്റ്റഡ്. അതായത് ചിലർക്ക് അവരെന്താണെന്നോ എക്സ്പ്രസ് ചെയ്യാൻ പോലും റിട്ടൺ ലാംഗ്വേജ് ഡിസോർഡർ മാത്രമല്ല, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഡെഫിസിറ്റും ഉള്ള ആൾക്കാരുണ്ട്. വേറെ ഒന്നാണ് ഡിസ്പ്രാക്സിയ, സെൻസറി ഇന്റഗ്രേഷൻ ഡിസോർഡർ, അതായത് ഡിഫിക്കൽട്ടി വിത്ത് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഹാൻഡ് ഐ കോർഡിനേഷൻ ഇല്ല. ഇപ്പം എനിക്ക് ഡിസ്പ്രാക്സിയ ഉള്ള ഒരാൾക്ക് ഇപ്പം എന്റെ ഈ XP പെന്നിന്റെ ഇതിവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഡിസ്പ്രാക്സിയ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിനെ നോക്കുന്നു, അപ്പൊ ഇത് എടുക്കണമെങ്കിൽ എന്റെ കൈ ഇവിടെ ചെല്ലണം, എന്റെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത് എടുത്ത് പൊക്കി ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഡെക്സ്റ്റിരിറ്റി, അതായത് എനിക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഡിസ്പ്രാക്സിയ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഓക്കെ, സംഭവം ഇവിടെ ഇരിക്കുന്നെങ്കിൽ എന്റെ കൈ ഇങ്ങോട്ട് പോകണം. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്, ചിലപ്പോൾ ഡിസ്പ്രാക്സിയ ഉള്ള ഒരാൾക്ക് ഇത് ഇവിടെ ഇരിക്കുന്നത് പോലെ തോന്നും, കൈ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അത് ഇവിടെ നിന്ന് എടുത്താലും ഇത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഇനി ഡിസ്ഫാസിയ അല്ലെങ്കിൽ അഫേസിയ എന്താണെന്ന് നോക്കാം. ഡിഫിക്കൽട്ടി വിത്ത് ലാംഗ്വേജ്, എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ ലാംഗ്വേജ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇതൊക്കെ അഫാസിയ എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണാം. ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ, അതായത് ഡിഫിക്കൽട്ടി ഹിയറിംഗ് ഡിഫറൻസസ്. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഡോഗ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞാലോ അതിനെ പ്രോസസ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് കുറവുണ്ടാവാം. ദെൻ വിഷ്വൽ പ്രോസസിംഗ് ഡിസോർഡർ, ഡിഫിക്കൽട്ടി ഇന്റർപ്രറ്റിംഗ് വിഷ്വൽ ഇൻഫർമേഷൻ, കാണുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് കൊണ്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാം. സോ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. ഇനി ആരാണ് അണ്ടർ അച്ചീവേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് മീൻസ് ദ അച്ചീവ്മെന്റ് ഓഫ് പേഴ്സൺ ബിലോ ഹിസ് ഇന്റലിജൻസ് ലെവൽ. ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് ലെവലിന് താഴെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുക, അണ്ടർ അച്ചീവേഴ്സ് എന്ന് വിളിക്കുക. സോ ദെയർ പെർഫോമൻസ് ഇസ് നോട്ട് പ്രോമിസിങ്. അതായത് നമ്മുടെ ക്ലാസ്സുകളിൽ ഇപ്പം നമ്മളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണെങ്കിലും ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു അണ്ടർ അച്ചീവർ ആയിരിക്കും കേട്ടോ. സോ ദെയർ പെർഫോമൻസ് ഇസ് നോട്ട് പ്രോമിസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കണമെന്നില്ല എപ്പോഴും. ദ സ്റ്റഡി ഹാബിറ്റ്സ് മേ ബി പുവർ ആൻഡ് സെൽഫ് കോൺഫിഡൻസ് മേ ബി വെരി ലോ. സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കാം. സോ അണ്ടർ അച്ചീവ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു കുട്ടിയുടെ സ്കൂൾ പെർഫോമൻസ് ആ കുട്ടിയുടെ ആക്ച്വൽ എബിലിറ്റിക്ക് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇതാണ് ആക്ച്വൽ എബിലിറ്റി, ആ ആക്ച്വൽ എബിലിറ്റിക്ക് താഴെയാണ് പെർഫോമൻസ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെയാണ് ശരിക്കും പറഞ്ഞാൽ അണ്ടർ അച്ചീവേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. ഇനി ഐഡന്റിഫൈങ് ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ്, അതായത് നേരത്തെ ഗിഫ്റ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, അതുപോലെ അണ്ടർ അച്ചീവേഴ്സ് പറഞ്ഞു. സോ ഐഡന്റിഫൈങ് ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ്. സോ ഇന്റലിജൻസ് ടെസ്റ്റ് സ്കോർ ബേസ് ചെയ്ത് നമുക്ക് അണ്ടർ അച്ചീവേഴ്സ് ആണോ അല്ലാതെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള അണ്ടർ അച്ചീവേഴ്സ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ ഇന്റലിജൻസ് ഹൈ ആയിരിക്കും. അപ്പം അവിടെ ഏതെങ്കിലും ഒരു എന്താ പറയുക മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അത് അവരുടെ ഹൈ ആയിരിക്കും. അപ്പം അവർ ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോ ശരിക്കും അവരുടെ ഐക്യു കുറവായതുകൊണ്ട് അവർ വർക്ക് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് സ്കോർ, അതായത് ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റ് സ്കോർ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഓരോ ടെസ്റ്റുകൾ സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട് ടു അസസ് അച്ചീവ്മെന്റ് ആണ്. ഓൾസോ അച്ചീവ്മെന്റ് ടെസ്റ്റ് സ്കോർസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ബൈ ഒബ്സർവേഷൻ, സോ ടീച്ചേഴ്സ്, പേരൻസ്, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ് വഴിയായിട്ട് ഒരു കുട്ടിക്ക് കഴിവുണ്ട് കഴിവില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്. സോ ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ് വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. And what are the characteristics of underachievers? Underachieversന്റെ characteristics എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. See self as inadequate. അപ്പം ഇങ്ങനെ ഒരു പെർഫോമൻസിന്റെ ഒന്നും പ്രോമിസിങ് അല്ലാത്തത് കൊണ്ട് തന്നെ അവരെ എപ്പോഴും സെൽഫ് ഇൻഅഡിക്വേറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം. സോ ഇതെല്ലാം ഉണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ these are some of the characteristics that we see.
ഓക്കെ, ഇപ്പം കൊറോണയ്ക്ക് എല്ലാ സിംറ്റംസും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എല്ലാ സിംറ്റംസും ഉള്ളതുകൊണ്ട് അത് കൊറോണയാണെന്നോ അല്ലെങ്കിൽ 1-2 സിംറ്റംസ് ഉള്ളതുകൊണ്ട് കൊറോണയാണെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഇതൊക്കെ സംഭവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫീൽ ഹെൽപ്ലെസ് ടു കൺട്രോൾ ദ ഔട്ട്കം ഓഫ് എഫേർട്ട്. നമ്മുടെ എഫേർട്ടിന്റെ എത്രമാത്രം ഔട്ട്കമ്മിന് കൺട്രോൾ, അല്ലെ ഐ മീൻ എഫേർട്ടിന്റെ ഔട്ട്കത്തെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ സംഭവിക്കാം. ഡു നോട്ട് ഫീൽ ഫ്രീ ടു മേക്ക് ചോയ്സ്. അണ്ടർ അച്ചീവേഴ്സ് ഡസ് നോട്ട് ആക്ച്വലി ഫീൽ ഫ്രീ ടു മേക്ക് ചോയ്സസ് ആൻഡ് ടൈം സെറ്റ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള goals ചിലപ്പോൾ സെറ്റ് ചെയ്യും. They are not working really hard and also they might not be able to set realistic goals and are defensive towards authority. Authorityയോട് ഭയങ്കര ഡിഫെൻസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. Feels rejected and isolated, and that can be the reason why they feel defensive towards authority. So a feeling of rejection, isolation can be seen in underachievers. Are not willing to risk failure. അതായത് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അവർ വില്ലിങ് ആയിരിക്കില്ല. Show ineffective approaches to problem. If it is a family of underachievers, what happens is that there is a vicious circle that happens. The father would be mad at the mother would be mad at the child, and the child would show it to somebody else. So a student that is dependent, for example, or a student that is dependent on mother, the father is rejecting the domineering and give little warmth or affection. The relationship between father-daughter, father-son is negative or non-existent. Underachievers ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ this can actually happen. So the father does not know what to do and they don't have a cordial relationship, and this can actually affect the whole scenario of that family. Okay. Parents allows underachievers to go unrewarded, and so parents allow എന്തുകൊണ്ട് ചിലപ്പം underachievement സംഭവിക്കാം. Parents allow achievement to go unrewarded. The children do not identify with their parents. There are deep and social emotional problems in the family. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് underachievement സംഭവിക്കാം. Parents are not active in the schools. കുട്ടികളുടെ സ്കൂളിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ they are not completely active about whatever that is happening in the child's family and child's എന്താ പറയുന്നത് academy. So parents are not supportive of their children. പേരൻസിന്റെ സപ്പോർട്ട് നെഗ്ലക്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ എന്താ പറയുന്നത് അണ്ടർ അച്ചീവ്മെന്റിന് കാരണമാകാം. ചൈൽഡ്സ് അച്ചീവ്മെന്റ് പ്രസന്റ് is threat to the parent and their adult superiority. അപ്പം ചൈൽഡിന്റെ അച്ചീവ്മെന്റ് ഏതെങ്കിലും രീതിയിൽ പേരൻസിന് ത്രെട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും അണ്ടർ അച്ചീവ്മെന്റ് കാരണമാകാം. Parents do not share ideas, affection or trust or approval. It is very important that you actually share your emotions with your child. So sharing of ideas, affection, trust or approval can also, ഇതൊന്ന് ഷെയർ ചെയ്യാതിരിക്കുന്നത് actually can lead to underachievement. And parents are restrictive and severe in their punishment. അങ്ങനെയുള്ള ആൾക്കാരിലും underachievement നമുക്ക് കാണാനായിട്ട് സാധിക്കും. So what can we actually do to actually reverse this underachievement? ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് underachievement ആണ് പല കാരണങ്ങൾ, ഇപ്പൊ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത പല കാരണങ്ങൾ കൊണ്ട് തന്നെ underachievement ആണെന്ന് നമ്മൾ തന്നെ വിചാരിച്ചു കൊള്ളട്ടെ. അപ്പം അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും? You can give support strategies. അതായത് ആ കുട്ടിക്ക് ആവശ്യമുള്ള എന്താ പറയുന്നത് ഒരു സപ്പോർട്ട് ആ ഒരു ക്ലാസ്സിൽ കൊടുക്കുവാനും കൺവേ പ്രോമിസസ് ഓഫ് ഗ്രേറ്റർ പൊട്ടൻഷ്യൽ, അതായത് നിനക്ക് സക്സസ് ചെയ്യാനായിട്ട് പറ്റും, നിനക്ക് മോട്ടിവേഷൻ കൊടുക്കുക. സോ ദാറ്റ് ഓൾ തിങ്സ് ക്യാൻ ആക്ച്വലി റിവേഴ്സ് ദ അണ്ടർ അച്ചീവ്മെന്റ് ഇൻ എ ചൈൽഡ്. സോ നെക്സ്റ്റ് വൺ ഇസ് intrinsic strategies. These are designed to develop intrinsic achievement motivation through the child's discovery of reward available. അതായത് as an effort to learn, achieve and contribute to a group. Find something that rewards the child. And intrinsic strategies ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ അണ്ടർ അച്ചീവ്മെന്റിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. And then remedial strategies. These are employed to improve the student's academic performance in an area of learning in which he has evidenced difficulty learning, has experienced a sense of failure. ഏതെങ്കിലും ഒരു ഫീൽഡിൽ സെൻസ് ഓഫ് ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ ആ കുട്ടിക്ക് എന്താ പറയുന്നത് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ടുള്ള റെമഡിയൽ സ്ട്രാറ്റജീസ് കൊടുക്കുന്നതിലൂടെ, ഇപ്പൊ കണക്കറിയാത്തൊരു കുട്ടിയാണോ, give him special coaching or give him a remedial strategy so that he can come up from that. Okay. ഇനി ബാക്ക്വേർഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ അർത്ഥം എടുക്കരുത്, സ്ലോ ലേണേഴ്സ് അങ്ങനെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചിൽഡ്രൻ. സോ IQ between 70 to 85 ആയിട്ടുള്ള കുട്ടികളെയാണ് ആവറേജ് അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ്, അണ്ടർ അച്ചീവേഴ്സ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിളിക്കുക. സോ ബിലോ ദ ലെവൽ ഓഫ് നാച്ചുറൽ എബിലിറ്റീസിന്റെ ആവറേജ്, നേരത്തെ ഒരു കേർവ് കണ്ടത് ഓർക്കുന്നുണ്ടോ? അപ്പം അതില് ആ ഒരു കേർവിന്റെ
ഇവിടെ കിടക്കുന്നവരെയാണ് നോർമൽ എന്ന് വിളിക്കുക. അപ്പൊ നോർമലിന് താഴെയുള്ളവരെയാണ് ബാക്ക്വേർഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. സോ ബാക്ക്വേർഡ് ചൈൽഡ് ഇസ് ദ വൺ ഹു ഇസ് അൺഏബിൾ ടു വർക്ക് ഓഫ് ദ കേസസ് where there is educational attainments and lower than what they are capable of. അതായത് child who is unable to cope up with work normally expected of his age group. അതായത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടി is expected to learn this and this. If that child is not able to learn that first standard in the class, that child can be considered as a slow learner. Okay. Then characteristics of the എന്താ പറയുന്നത് അണ്ടർഅച്ചീവേഴ്സ് അല്ല സ്ലോ ലേണേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി മെന്റൽ ഏജ് ഇസ് സ്മോളർ ദാൻ ദ ക്രോണോളജിക്കൽ ഏജ്. അപ്പം നമ്മുടെ ക്രോണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിക്കൽ ഏജ് ആണ്. ഇഫ് ദാറ്റ് ചൈൽഡ് ഇസ് ആക്ച്വലി 5 years old, that child should be able to do എന്താ പറയുക basic addition and subtraction and all those things. And ഈ 5 വയസ്സുകാരന് ഇത് പഠിക്കാനായിട്ടുള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവന്റെ മെന്റൽ ഏജ് താഴെയാണെന്നാണ്. Okay, so mental age is smaller than chronological age. Low education attainment than what is capable of. Capable ആയിട്ടുള്ള ഒരു കാര്യത്തെക്കാട്ടിലും വളരെ ലോ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ആണെങ്കിൽ ആ കുട്ടി സ്ലോ ലേണർ ആണ്. Then unable to work of the class next above. അതായത് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിലെ ഒരു കാര്യങ്ങളും വർക്ക് ചെയ്യാനായിട്ട് പറ്റാതെ പോവുക. Cannot keep pace with the class even in one subject or all subjects. ചിലപ്പോൾ ഒരു സബ്ജക്റ്റിലായിരിക്കാം. ചിലപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, നോട്ട് ടീച്ചർ പറഞ്ഞു പോകുമ്പോൾ എഴുതാൻ പറ്റാതെ ഒരിക്കലും എഴുതാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ഒരു സ്ലോ ലേണിംഗിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. സോ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, അപ്പം ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ നെയിം ചെയ്യണമെന്ന് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ലോ ലേണേഴ്സ് ആൻഡ് falls behind other children of his age in matter of study. So why are we actually looking at the characteristics? The reason why we are looking at the characteristics is that നമ്മൾ ഇതിൽ നേരത്തെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ by special education, by special strategic help, we can actually help that person. ആ വ്യക്തിയെ നമുക്ക് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. Then failure in the academic field is also a characteristics of slow learners. And identification, physical characteristics വഴിയായിട്ടും mental characteristics വഴിയായിട്ടും ഇങ്ങനെ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും അവർ സോഷ്യലി ഓക്വേർഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. So there are characteristics that by which we can actually identify. പക്ഷെ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും വഴിയായിട്ട് നമുക്ക് ആ സ്ലോ ലേണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ചിലപ്പോൾ ചിലർ ഭയങ്കര ടിമിഡ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര അതോറിറ്റിയോട് ഭയങ്കര പ്രശ്നമുള്ളവരായിരിക്കും. സോ ബേസിക്കലി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ there are physical, mental and social moral characteristics by which we can identify slow learners. Okay, ഇനി ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അച്ചീവ്മെന്റ് ടെസ്റ്റുകളുണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്, ഇന്റലിജൻസ് ടെസ്റ്റ് വഴിയായിട്ട്, മെഡിക്കൽ എക്സാമിനേഷൻ വഴിയായിട്ട്, സ്റ്റുഡന്റ് റെക്കോർഡ്സ് വഴിയായിട്ടൊക്കെ നമുക്ക് സ്ലോ ലേണേഴ്സിനെ സഹായിക്കാം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്കിനി എങ്ങനെ സ്ലോ ലേണേഴ്സിനെ സഹായിക്കാൻ പറ്റും? ഹൗ കെൻ വി ആക്ച്വലി ഹെൽപ് ദം? റിപ്പീറ്റ് ഈച്ച് ലേണിംഗ് പോയിന്റ് മോർ ദാൻ ദാറ്റ് യു നോർമലി വുഡ്. അതായത് ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് നമ്മളൊരു ക്ലാസ്സിലെ ഇപ്പം അഡീഷൻ നമ്മൾ 1 1 2 ആണെന്ന് 1 1 2 ആണെന്ന് ഒരു കുട്ടിയോട് ഒരു 50 പേരുള്ള ക്ലാസ്സിൽ പറയുകയാണ്. ചിലപ്പോൾ 40% പേർക്ക് അത് മനസ്സിലായി കാണും. ഇതൊരു 3 പ്രാവശ്യവും കൂടെ വേറൊരു രീതി പറഞ്ഞാൽ മാത്രമേ ചിലപ്പം അതിനകത്ത് ഒരു 10% പേർക്കും കൂടെ മനസ്സിലാവുള്ളൂ. പക്ഷെ അതേസമയം ചിലപ്പോൾ അവിടെ 1 2 കുട്ടികൾ കാണും. ഇത് ടീച്ചർ ചിലപ്പം കയ്യിൽ എഴുതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ആ കുട്ടിയെ കാണിച്ചു കൊടുത്താൽ മാത്രമേ 1 1 2 ആണെന്ന് മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള ഒരു കഴിവുള്ളൂ. അപ്പം റിപ്പീറ്റ് ഈച്ച് ലേണിംഗ് പോയിന്റ് മോർ ദാൻ 1 time that you normally would. അപ്പൊ എന്ത് കാര്യം പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഒരു പ്രാവശ്യം ഇപ്പൊ നമ്മൾ തന്നെ ഒരു ക്ലാസ് എടുക്കും. ഇപ്പൊ ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ എന്തിനായിരിക്കും ഇത് വായിച്ചെടുത്തിട്ട് മലയാളത്തിൽ പറയുന്നത് അല്ലെങ്കിൽ വായിച്ചെടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനായിരുന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ലേണിംഗ് പേസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പം ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറയും, ചിലപ്പോൾ അത് ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് പറയും. സോ ദാറ്റ് എല്ലാ പേസിലുള്ള ആൾക്കാർക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ യൂസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഐ റിമെമ്പർ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഇപ്പൊ 1 1 എന്ന് പറഞ്ഞത് ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞതാണ്, അതായത് എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ കുട്ടിക്ക് ടീച്ചർ 1 1 2 എന്നുള്ള കാര്യം ബോർഡിൽ എഴുതിയപ്പോൾ മനസ്സിലായില്ല. പക്ഷെ അവനെ ഓരോ കൈകൾ എടുത്ത് വെച്ചിട്ട് ടീച്ചർ പഠിപ്പിച്ചു, അതുപോലെ തന്നെ കയ്യിൽ എഴുതി കൊടുത്തു. ദെൻ ഹി വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ യൂസിങ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഇപ്പൊ 1 മുട്ടായി കയ്യിലെടുത്ത് കൊടുത്തു, 2 മുട്ടായി കയ്യിലെടുത്ത് കൊടുത്തു, ഇപ്പൊ കയ്യിൽ എത്ര മുട്ടായി ഉണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ ക്ലാസ്സുകളിൽ ചോദിക്കുക. സോ യൂസിങ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇസ് ഓൾസോ സംതിങ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഗൈഡ് സ്റ്റുഡൻസ് ടു മെയിൻ പോയിന്റ്സ് ഓൺ ടെസ്റ്റ്.
sorry adane idinadakkunde. So guide students to main points of lessons in the main points like kuttiyale guide cheyanayittu ശ്രമിക്കുന്നതിലൂടെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. use real life examples when teaching maths. exactly ipo ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ടായി കയ്യിലുണ്ട്. so അമ്മ എൻ്റെ കസിന്റെ ചൈൽഡ് എണ്ണം 2 1 3 എങ്ങനെയാ കൂട്ടുന്നതെന്ന് വെച്ചാൽ അവൾ കുഞ്ഞുകുട്ടിയാണ്. അപ്പോൾ പറഞ്ഞു 2 മുട്ടായി എൻ്റെ കയ്യിലുണ്ട്, ഒരു മുട്ടായി കൂടെ എൻ്റെ കയ്യിൽ കിട്ടി, അപ്പൊ എൻ്റെ കയ്യിൽ എത്ര മുട്ടായി ഉണ്ട്? 3 മുട്ടായി ഉണ്ട്. so using real life examples while teaching math can actually help slow learners to understand the concept. Teaching reading skills and scheduled daily reading. So actually an exercise അല്ലെങ്കിൽ something that is regular routine can actually help an individual in understanding these things. So give your class lessons on study skills, assigning peer tutoring and homework buddies. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ട് നമുക്ക് homework buddies ഉണ്ടാവും. സോ എനിക്കറിയത്തില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ we are there for each other to actually finish the homework. So give your class lessons on study skills. Study skills ne kurichu പറഞ്ഞു കൊടുക്കുക. all these things can actually help slow learners. And another, give them work that plays to their strength. അപ്പം ചിലപ്പോൾ ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പാട്ട് പാടുന്നതായിരിക്കും. സോ മേ ബി യു ക്യാൻ ഗിവ് ദ ആൽഫബറ്റ്സ്. അപ്പോൾ ആൽഫബറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഗിവ് ഇറ്റ് ഇൻ എ സോങ്, അതൊരു സോങ് ആയിട്ട് പഠിക്കുക. അപ്പം അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ we can actually help the slow learners. And then praise their success even if it is small. That is very important that you give apt amount of praise and reward for the child and check for understanding during lesson. അപ്പം നമ്മളൊക്കെ ഓർക്കും ഇപ്പൊ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കുട്ടി ക്ലാസ്സിലാണെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുമായിരിക്കാം. പക്ഷെ ഒരു ടീച്ചർ ഒരു കാര്യം ചിലപ്പോൾ 2 3 പ്രാവശ്യം പറയും, മനസ്സിലായോ എന്ന് ചോദിക്കും. ഭയങ്കര മിടുക്കന്മാർക്ക് ചിലപ്പോൾ തോന്നി ഇത് എന്തിനാ പിന്നെയും ചോദിച്ചേ എന്ന് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ദാറ്റ് ഈസ് ആക്ച്വലി അവിടെ സ്ലോ ലേണേഴ്സ് ഉണ്ട്. നമ്മൾ അതേ പേസിൽ പഠിക്കാൻ കഴിവുള്ളവരല്ല അവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് അവര് നമ്മളെക്കാട്ടിലും കുറവോ കൂടുതലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത്, ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് വൈ ദ ടീച്ചേഴ്സ് ആർ ഡൂയിങ് സോ. ഓക്കെ, അതിപ്പോ നമ്മളൊരു സെമിനാർ എടുക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ അവയർനെസ് എടുക്കുമ്പോഴാണെങ്കിലോ ഒരു കോൺസെപ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞു അത് എല്ലാവരിലും എത്തണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ക്ലിയർ ആയിട്ട് ഒരാൾക്ക് മനസ്സിലാകുക. So making their learning part of your family time. So making learning എന്ന് പറയുന്നതിനെ ഫാമിലി ടൈമിന്റെ പാർട്ട് ആക്കുന്നതിലൂടെ നമുക്ക് സ്ലോ ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആസ് ദ ചിൽഡ്രൻ അബൌട്ട് ദി ഇൻ സ്കൂൾ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സ്കൂളുകൾക്ക് അബാക്കസ് ട്രെയിനിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഇസ് എ വിഷ്വൽ എയ്ഡ് വെയർ യു ക്യാൻ ആക്ച്വലി ലേൺ ദ മാത്തമാറ്റിക്കൽ എബിലിറ്റി. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. സോ അങ്ങനെ നമുക്ക് സ്ലോ ലേണേഴ്സിനെ സഹായിക്കാനായിട്ട് പറ്റും. ഗെറ്റ് ദ ചൈൽഡ് ടെസ്റ്റഡ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ടു സപ്പോർട്ട് ദ സ്പെസിഫിക് കെയർ. എക്സാക്ട്ലി, അതായത് എന്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ അഷെയിംഡ് ആവേണ്ട ഒരു കാര്യമില്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി നോർമൽ. നമുക്കൊരു പനി വരുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് എന്തൊരു ഫിസിക്കൽ പ്രശ്നം വരുന്നത് പോലെ തന്നെ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടാവുന്നതും. അതിനെ അത്ര നോർമൽ ആയിട്ട് കണ്ടാൽ മാത്രമേ വി വുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ദം. സോ ഗെറ്റ് ദ ചൈൽഡ് ടെസ്റ്റഡ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് ദെൻ ഗിവിംഗ് സ്പെഷ്യൽ കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് എനി പേരൻസ് വുഡ് ബി വാച്ചിങ് ദിസ്, ഐ വുഡ് സജസ്റ്റ് നിങ്ങളുടെ എല്ലാം കുട്ടികൾക്ക് ഇപ്പൊ ആരെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ഇവൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ വഴക്ക് പറഞ്ഞിട്ട് പോരുമല്ല വേണ്ടത്. യു നീഡ് ടു ഗെറ്റ് ദ ചൈൽഡ് ടെസ്റ്റഡ് and give him, അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും, to get that child the apt support and specific care at the right time. That is also very important. Then arrange an individualized educational plan for your child. So that is the importance of special education, where you actually build individualized educational plans. ചിലപ്പോൾ നമ്മുടെ സിലബസോ അല്ലെങ്കിൽ നമ്മുടെ CBSE അല്ലെങ്കിൽ ICSE ഗവൺമെന്റ് കരിക്കുലംസ് won't be able to accommodate these special children. So individualized educational plan ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് കിട്ടും. സോ ഗിവ് യുവർ ചൈൽഡ് സെറ്റ് ലോങ് ടേം ഗോൾസ്. അപ്പം അതായത് ഇപ്പൊ ഉള്ള കാര്യങ്ങളിൽ എന്താ പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യാതെ ഹെൽപ്പ് ദാറ്റ് ചൈൽഡ് ടു ആക്ച്വലി സെറ്റ് ലോങ് ടേം ഗോൾസ്. ഓക്കെ, ഞാനിത് ഇങ്ങനെയാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. ഗിവ് യുവർ ചൈൽഡ് ദ ചാൻസ് ടു എക്സൽ ഇൻ നോൺ അക്കാഡമിക് അരീനാസ്. മേ ബി ദാറ്റ് വോണ്ട് ബി ഹിസ് ഓർ ഹെർ ഫോർട്ടേ. അതുകൊണ്ടായിരിക്കും സ്ലോ ലേണർ ആയിട്ടിരിക്കുക. സോ അപ്പം എന്താണ് ആ കുട്ടിയുടെ കഴിവ് എന്നുള്ളത്, നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഏരിയാസിൽ വാട്ട് ഈസ് ഹിസ് ഓർ ഹെർ എന്താ പറയുന്ന ചാൻസ് അല്ലെങ്കിൽ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഹു ആർ ഹാൻഡിക്യാപ്ഡ്, എക്സെപ്ഷണൽ ചിൽഡ്രൻ അകത്ത് തന്നെ വരുന്നതാണ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. ആരാണ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് നമുക്ക് നോക്കാം. സോ ഹാൻഡിക്യാപ്ഡ് ചൈൽഡ് ഇസ് ദ വൺ ഹു ഡീവിയേറ്റ്സ് ഫ്രം നോർമൽ ഹെൽത്ത് സ്റ്റാറ്റസ് either physically, mentally or socially and requires special care. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ എന്ന് വിളിക്കുക. അപ്പം
ഏതെങ്കിലും നോർമാലിറ്റിയിൽ നിന്ന് ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ സോഷ്യലായിട്ടോ റിക്വസ്റ്റ് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട കുട്ടികളെയാണ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് നമ്മൾ വിളിക്കുക. സോ അക്കോർഡിംഗ് ടു WHO വഴിയായിട്ട് ഹാൻഡിക്യാപ്ഡ് കണ്ടീഷൻസ് പല രീതിയിലുണ്ട്. ഇഞ്ചുറി വഴിയായിട്ടോ ഡിസീസ് വഴിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പയർമെന്റ് വഴിയായിട്ടോ അല്ലെങ്കിൽ ഡിസേബിലിറ്റി വഴിയായിട്ടോ ഹാൻഡിക്യാപ്ഡ് വഴിയായിട്ടോ ഒക്കെ ഉള്ള ഹാൻഡിക്യാപ്ഡ് കണ്ടീഷൻസ് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരുണ്ട്, മേ ബി നമുക്ക് കേൾക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ വീൽ ചെയറിൽ കാലുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. ആൻഡ് ഐ വുഡ് ഓൾസോ സേ ദിസ് ഇസ് ഓൾസോ എ വേൾഡ് വിച്ച് ഹാസ് ടു be for them. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ലോകമാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ ഈ ട്രാഫിക് ലൈറ്റിൽ കൂടെയൊക്കെ ട്രാഫിക് സിഗ്നൽസ്, ഒരിക്കലും ഒരു അന്ധനായിട്ടുള്ള ഒരാൾക്ക് ട്രാഫിക് സിഗ്നൽസ് കാണാൻ പറ്റില്ല. അത് അന്ധന്മാരല്ലാത്ത കുറച്ചു പേര് അവർക്ക് കാണാവുന്ന രീതിയിൽ സൃഷ്ടിച്ചു. പക്ഷെ ദിസ് എർത്ത് ഇസ് ആക്ച്വലി ഫോർ എവറി സിംഗിൾ പേഴ്സൺ അല്ലെ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് വളരെ നല്ല സ്റ്റെപ്സ് വെച്ചു, പക്ഷെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റാമ്പിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. വൈ? എന്തുകൊണ്ട്? ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ആർ, എന്താ പറയുന്നത്, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൾച്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ ഓക്കെ, കമ്മിങ് ബാക്ക്, ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്, മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരുണ്ട്, സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരുണ്ട്. So the classifications are different. Physically handicapped ആയിട്ടുള്ള ബ്ലൈൻഡ് ചിൽഡ്രൻ ഉണ്ട്, ഡെഫ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഡംബ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്, മേ ബി എനിത്തിങ് ദാറ്റ് ഇസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ആയിട്ടുള്ളവരുണ്ട്, ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ളവരുണ്ട്, ക്രിപ്പിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ട്, മേ ബി കൈക്ക് എന്തെങ്കിലും ശോഷിച്ചവരോ കാലിൽ ശോഷിച്ചവരോ ആയിട്ടുള്ള ക്രിപ്പിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ട്. സോ ഓൾ ദീസ് കംസ് അണ്ടർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. ആൻഡ് ബ്ലൈൻഡ്നെസ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു WHO, the inability to count figures in the daylight from a distance of 3 meters is defined as blindness. അപ്പൊ ബ്ലൈൻഡ്നെസ്സിനൊക്കെ പല ലെവൽസ് ഉണ്ട് കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആവണം എന്നില്ല നമ്മൾ ബ്ലൈൻഡ് ആണെന്ന് പറയാൻ. നമുക്ക് എത്രയോ അതിനൊക്കെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ കൗണ്ട് ഫിംഗേഴ്സ് ഇൻ എ ഡേ ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 3 meters അങ്ങനെ എണ്ണാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടാണ്, പെർസെന്റേജ് വെച്ച് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടാണ് കാണുന്നത്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ബ്ലൈൻഡ് ചിൽഡ്രൻ? പ്രോബ്ലംസ് ഓഫ് അറ്റാച്ച്മെന്റ്, ഓഫ് കോഴ്സ് യെസ്. കാരണം നമ്മൾ ഒരാളെ പെട്ടെന്ന് പുതിയതായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ കാണുന്നു, ഓക്കെ ഫെമിലിയർ ആണോ അല്ലയോ എന്ന് നോക്കുന്നു, അപ്പം നമ്മൾ അങ്ങനെ അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുന്നു. അപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അറ്റാച്ച്മെന്റ് ഫോം ചെയ്യാനായി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഫിയർ ഉണ്ട്, ആരാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. സോ അപ്പം പ്രോബ്ലം ഓഫ് അറ്റാച്ച്മെന്റ്. അൺഎബിൾ ടു യൂസ് ഹാൻഡ്സ് ആസ് ഓർഗൻ ഓഫ് പെർസെപ്ഷൻ. അപ്പം എന്താ പറയുന്നത്, ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരിക്കലും പെർസെപ്ഷന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ അവരുടെ ഹാൻഡ്സ് ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. ദെൻ പ്രോബ്ലംസ് ഓഫ് ലോക്കോമോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് അപ്പുറേ ചിലപ്പോൾ ഓരോരുത്തരുടെ സഹായം വേണ്ടി വരും. സോ പ്രോബ്ലംസ് ഓൺ ലോക്കോമോഷൻ ഇസ് ദെയർ. ആൻഡ് ഡിപെൻഡൻസ് ഓൺ പേരൻസ് ആൻഡ് കെയർ ഗീവേഴ്സ്. എപ്പോഴും ചിലപ്പോൾ ഇഫ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇസ് നോട്ട് ലേണിംഗ് ഹൗ ടു ലൈക്ക് മൂവ് ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്, ഡിപെൻഡൻസ് ഉണ്ടായിരിക്കും എപ്പോഴും പേരൻസ് ആൻഡ് കെയർ ഗീവേഴ്സ്. ബിഹേവിയറൽ പ്രോബ്ലംസ് develop ചെയ്യാം. Because of this problems with attachment, he or she can actually have very less social interaction, less playing activity. So when you think about all this, ഇത് നമ്മളും കൂടെ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് നമ്മൾ ഓർക്കണം. Because we have built a world where this is a world for only people who can see, അല്ലെ? കാണാത്ത ആൾക്കാർക്ക് ഇപ്പം ഡെയിലി സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും it is how much inclusive is it? So problems faced by blind children is something that we have to understand. Then we have prevention. എങ്ങനെ ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസബിലിറ്റീസ് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും? ടു ആൻ എക്സ്റ്റെൻഡ് പ്രൊവൈഡ് എ ഗുഡ് ആന്റിനേറ്റൽ കെയർ. അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഉള്ള കെയർ കൃത്യമായിട്ട് പ്രീനേറ്റൽ കെയർ, ആന്റിനേറ്റൽ കെയർ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇമ്മ്യൂണൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പോളിയോ ബാധിച്ച കുട്ടികൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരുണ്ട്. സോ ഇമ്മ്യൂണൈസേഷൻ, മീസൽസ്, റുബല്ല പോലുള്ള വാക്സിനേഷൻ തീർച്ചയായിട്ടും എടുക്കണം. ജനറ്റിക് കൗൺസിലിംഗ് ആൻഡ് സ്ക്രീനിങ് ഉണ്ടാവണം. അതായത് പണ്ട് ഈ മെന്റൽ റിട്ടാർഡേഷൻ ഭയങ്കരമായിട്ട് കൂടി. കാരണം എന്തുകൊണ്ടായിരുന്നു? ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുമ്പോൾ ഇപ്പം റിലേറ്റീവ്സ് ബ്ലഡ് തമ്മിൽ ചേരാതെ വരുമ്പോഴത്തേനും ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് നമ്മുടെ സ്റ്റഡീസിൽ കണ്ടിട്ടുണ്ട്. സോ ജനറ്റിക് കൗൺസിലിംഗ് ആൻഡ് സ്ക്രീനിങ് ഇല്ലാതെ പോകുന്നതിന്റെ ഒരു കാര്യമുണ്ട്. പ്രിവെന്റ് പ്രീ ടേം ബർത്ത്. തീർച്ചയായിട്ടും പ്രീ ടേം ആയിട്ട് ഇപ്പം 9 months മുമ്പ്
എന്താ 7 months തൊട്ട് 9 months വരെ ഓക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് പ്രീമച്വർ ഡെലിവറി സംഭവിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. ആൻഡ് ദെൻ പ്രൊവൈഡ് എക്സലന്റ് നിയോനേറ്റൽ കെയർ. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള ഇൻഫെക്ഷനും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതെ നിയോനേറ്റൽ കെയർ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പ്രിവെൻഷൻ. വിറ്റമിൻ എ സപ്ലിമെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അബൌട്ട് ഐ സേഫ്റ്റി, പേഴ്സണൽ ഹൈജീൻ, ന്യൂട്രീഷൻ ഫോർ ഹെൽത്ത് പ്രൊമോഷൻ, ഈ കാര്യങ്ങളൊക്കെ വഴിയായിട്ടും പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിന്? blindness prevention ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. So what is deafness? A person who is not able to hear as well as someone will with normal hearing. അങ്ങനെയുള്ള ആൾക്കാരെയാണ് not able to hear as well as someone with not normal hearing. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്തത്, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനല്ല, നോർമൽ ആയിട്ടുള്ള ഹിയറിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ ഡെഫ്നെസ് എന്ന് വിളിക്കുന്നു. ഇത് കണ്ടോ, ഡെസിബിൾസ് വെച്ചിട്ടാണ് ഡെഫ്നെസ് കാണിക്കുന്നത്. മൈൽഡ്, മോഡറേറ്റ് ഡെഫ്നെസ്, പ്രൊഫൗണ്ട് ഡെഫ്നെസ് ഉള്ള ആൾക്കാരുണ്ട്. സോ ഇറ്റ് ക്യാൻ അഫക്ട് 1 year or both years. ചിലർക്ക് ഒറ്റ എന്താ പറയുക ഇയറിലായിരിക്കും, ചിലർക്ക് 2 ഇയറിലും ആയിരിക്കും ഓക്കെ ഡെഫ്നെസ് ഉണ്ടാവുക. ആൻഡ് ഇമ്പാക്ട് ഓഫ് ഹിയറിംഗ് ലോസ് എന്താണ്? ഫങ്ഷണൽ ഇമ്പാക്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യങ്ങൾ ചെയ്യാൻ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കേൾക്കാൻ പറ്റുന്നില്ല. സോ ഫങ്ഷണൽ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാവും. ദ വേ ഫോർ us to communicate is actually നമ്മൾ സംസാരിച്ച് നമ്മൾ കേട്ടാണ് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്നത്. സോ സോഷ്യൽ ഇമോഷണൽ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇസ് മെയ്ഡ് ഫോർ പീപ്പിൾ ഹു ക്യാൻ ആക്ച്വലി ഹിയർ. സോ പുവർ അക്കാഡമിക് പെർഫോമൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും if the individual is not able to hear. Economic impact can also happen. And then management, sign language പഠിപ്പിക്കുക. സോ പണ്ട് ഞാൻ എപ്പോഴും പഠിക്കുക ദിസ് ഇസ് എ അങ്ങനെ I guess. So sign languages ഉണ്ട്. നമ്മുടെ ഈ I would say എല്ലാ ന്യൂസ് ചാനലുകളിലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണ്ടതാണ് സൈൻ ലാംഗ്വേജസ്. വേറെ അത് നമ്മൾ മാത്രമല്ലല്ലോ കാണുന്നേ, ചെവി കേൾക്കാത്ത ഒരാൾ അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിന്റെ വേദന നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സോ മാനേജ്മെന്റ്, സൈൻ ലാംഗ്വേജസ് എല്ലാ I would say എല്ലാ ചാനലുകളിലും ഒരു എന്താ പറയുക ന്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും സൈൻ ലാംഗ്വേജ് എന്റെ സൈഡിൽ ഉള്ളവരുണ്ടാവണം. ആൻഡ് ലിപ് റീഡിംഗ് സ്കിൽസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ലേൺ ആസ് മാനേജ്മെന്റ്. ദെൻ സ്പീച്ച് തെറപ്പി. അപ്പം ചില കുട്ടികളിൽ നമ്മളിത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നതിലൂടെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഒരു വെർബൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. യൂസ് ഓഫ് റിട്ടൺ ആൻഡ് പ്രിന്റഡ് ടെസ്റ്റുകൾ വഴിയായിട്ടും. Then hearing devices, hearing aids വെച്ചൊക്കെ കേൾക്കുന്നവരുണ്ട്. അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസ്, കോക്ലിയർ ഇംപ്ലാന്റ്സ്. അപ്പം ഇങ്ങനെയൊക്കെ വഴിയായിട്ട് നമുക്ക് ഡെഫ്നെസ്സിനെ നമുക്ക് എന്താ പറയുന്നത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി സ്പീച്ച് ഹാൻഡിക്യാപ്ഡ് ആരൊക്കെയാണെന്ന് നോക്കാം. It is an impairment of speech or sound production, fluency, voice or language which significantly affects a child's educational performance or their social, emotional, vocational development. അതായത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള സ്പീച്ചിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വഴിയായിട്ട് ഫ്ലുവൻസി ഇല്ലായിരിക്കുകയോ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസോ ഇല്ലാതെയോ വഴിയായിട്ടൊക്കെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷണൽ പെർഫോമൻസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എഡ്യൂക്കേഷണൽ പെർഫോമൻസിനെ മാത്രമല്ല സോഷ്യൽ, ഇമോഷണൽ, വൊക്കേഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്പീച്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണുന്നു. ഇമ്പാക്ട് എന്തൊക്കെയാണ്? പൂർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവാം, ലെസ് സോഷ്യൽ ഇന്ററാക്ഷൻസ്. തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ്ലി നോർമൽ അബൌട്ട് ഓൾ ദ ഡെവലപ്മെന്റ് എങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് നമുക്ക് എന്താ പറയുക ആവശ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചില സ്പീച്ച് ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെസ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവാം, ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സ്റ്റക്കായി പോകുന്നു, they may feel shamed, embarrassed, frustration ഉണ്ടാവാം. So that can also lead to poor academic performance. So how can we manage it? Early identification is very important. ഏതൊരു കാര്യത്തിനാണെങ്കിലും ഏതൊരു ഡിസീസിനാണെങ്കിലും ഈവൻ ഫോർ ക്യാൻസർ നമ്മൾ പറയില്ലേ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഗുഡ്. അപ്പം ദാറ്റ് ഇസ് ദ സെയിം തിങ് ഫോർ every disorder, every dysfunction, എല്ലാ കാര്യത്തിനും early identification is very critical. So elimination of hearing impairment. ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ ശരിയാവും. സോ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഇന്റർവെൻഷൻ ഫ്രം അണ്ടർലൈങ് കോസ്. എന്തെങ്കിലും അണ്ടർലൈങ് കോസ് മനസ്സിലാകുകയാണെങ്കിൽ അതിനെ ഇന്റർവെൻഷൻ ചെയ്യുന്നത് can actually help. Psychological counseling can actually help manage. Avoid making fun of their voice or speech. That is something that we need to keep in mind. ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ മുച്ചുണ്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ഈ ഒരു cleft palates എന്ന് പറയുന്നത്. So if you're making fun of them, that is really bad. We need to understand that is very normal. ഇപ്പൊ നമുക്കത് സംഭവിച്ചു കൂടാഴിയൊന്നും ഇല്ലായിരുന്നു. So avoid making fun of their voice or speech. That is also very important. Because only when we treat them completely normal, they would understand the idea that they are also normal. So that is very important. And voice and speech therapy can use physical therapy, cognitive rehabilitation. ഇതൊക്കെ മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്.
ഇനി അടുത്തത് ഓർത്തോപീഡിയക്കലി ഹാൻഡിക്യാപ്ഡ്. അതായത് ഏതെങ്കിലും ഡിസീസ് വഴിയായിട്ടോ ഇഞ്ചുറി വഴിയായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള മസിൽസിന്റെ ഡിഫോമിറ്റി, ജോയിന്റ്സിന്റെ ഡിഫോമിറ്റി ഒക്കെയാണ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. സോ ലോക്കോമോട്ടർ ഡിസബിലിറ്റി മീൻസ് ഡിസബിലിറ്റി ഓഫ് ബോൺസ്, ജോയിന്റ്സ് ആൻഡ് മസിൽസ് ലീഡിംഗ് ടു സബ്സ്റ്റാൻഷ്യൽ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെന്റ്സ്. ചിലപ്പം എനിക്ക് ഈ ഒരു കൈ ഇങ്ങനെ കയറിയിരിക്കും, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മാനേജ്മെന്റ്, കറക്ഷൻ ഓഫ് ഡിഫോർമിറ്റീസ്, ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് എന്താ പറയുന്നത് ടെക്നിക്സ് അല്ലെങ്കിൽ കറക്ഷൻ സർജറീസ്. അതായത് നമ്മൾ ഏർലി ഐഡന്റിഫിക്കേഷൻ വഴിയായിട്ട് ഈ കുട്ടിക്ക് ഇന്ന പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ 3-4 സർജറി കഴിഞ്ഞ് നടക്കുന്ന കുട്ടികളുണ്ട്. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, അങ്ങനെയുള്ള കുട്ടികളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സോ കറക്ഷൻ ഓഫ് ഡിഫോർമിറ്റീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ തെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി, ഫങ്ഷണൽ തെറപ്പി, മസാജ് തെറപ്പി, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രോസ്തെറ്റിക്സ് ഉപയോഗിക്കുക. Canes, walkers, crutches, wheelchair were specifically designed ഇപ്പം കൈകൾക്ക് ബലമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഫിംഗർ എക്സസൈസിങ് മെഷീൻസ് ഉണ്ട്. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. ഇനി വരുന്ന ഒന്നാണ് മെന്റലി ഹാൻഡിക്യാപ്ഡ്. ഇറ്റ് ഈസ് എൻ ഇമ്പയർമെന്റ് ഇൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ഫംഗ്ഷൻ കോഗ്നിറ്റീവ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി ആണ് എബിലിറ്റി ടു ഫംഗ്ഷൻ കോഗ്നിറ്റീവ്ലി, അതായത് സൈക്കാട്രിക് കണ്ടീഷൻ ഉള്ള കുട്ടികളെയാണ് മെന്റലി ഹാൻഡിക്യാപ്ഡ് എന്ന് നമ്മൾ വിളിക്കുക. ദിസ് കണ്ടീഷൻ ഹിൻഡേഴ്സ് someone's ability to perform a task or prevents that the person from engaging in an activity without assistance. ഒരു അസിസ്റ്റൻസ് ഇല്ലാതെ ആ വ്യക്തിക്ക് ഏതെങ്കിലും ടാസ്കിൽ പെർഫോം ചെയ്യുന്നതിനായിട്ട് അയാളെ ഹിൻഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കാണുന്നു. മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് സെറിബ്രൽ പാൾസി, ഇത് രണ്ടും നമ്മൾ മെന്റലി ഹാൻഡിക്യാപ്ഡിന് കീഴിൽ വരുന്നതാണ്. സോ ഹു ഇസ് ആൻ MR? നമ്മൾ അങ്ങനത്തെ വാക്കുകൾ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കില്ല. സോ ദ IQ well below average and significant limitation in daily living skills. അതായത് പല്ല് കുളിക്കുക അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കുക, സ്വന്തമായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കഴിവ്, ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ IQ താഴെയാണെങ്കിൽ സ്കോർ ബിലോ 70 to 75 they are considered to be MR. Okay, categories of MR ഉണ്ട്. മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്. IQ ranges from 50 to 75 ആണെങ്കിൽ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ. ആൻഡ് ദെൻ മോഡറേറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ഫ്രം IQ scores from 35 to 55. സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്, അത് 20 to 40 ആയിരിക്കും. വെരി ബേസിക് സെൽഫ് കെയർ ടെക്നിക്സ് പോലും മനസ്സിലാക്കാനോ എന്താ പറയുന്നത് ഹോം സെറ്റിങ്ങിൽ പോലും വളരാൻ പറ്റാത്ത രീതിയിലുള്ള മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവരുണ്ട്. സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ 3 to 4% is severely retarded. Mental retarded 3 to 4 എപ്പോഴും സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവരായിരിക്കും. അവർക്ക് ദിസ് കംസ് കോമോർബിഡ് വിത്ത് അതർ ഡിസീസസ്, അല്ലെങ്കിൽ അതർ എന്താ പറയുക പ്രശ്നങ്ങളും കൂടെ കൂടുതൽ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പൊ മേ ബി ലോക്കോമോട്ടർ ആയിട്ടുള്ള ഡിഫോമിറ്റീസോ മേ ബി ഡെഫേർഡ് അങ്ങനത്തെ കാര്യങ്ങളും കൂടെ വരും. സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ. ആൻഡ് ദെൻ വി ഹാവ് പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ, able to develop basic self-care and communication skills with appropriate support and training. That is very important. Profound ആയിട്ടുള്ള മെന്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ പോലും ഏർലി ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബേസിക് സെൽഫ് കെയർ ടെക്നിക്സ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഇസ് ഏർലി ഐഡന്റിഫിക്കേഷൻ. അപ്പം യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇൻ എവറി സിംഗിൾ ഫാമിലീസ് ഇസ് ദാറ്റ് ഒരു കുട്ടി MR ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഇപ്പൊ ഒത്തിരി മാറി, എന്നിരുന്നാലും സംഭവിക്കുന്നത് അവരെ നമ്മൾ എന്താ പറയാ നമ്മുടെ കുടുംബത്തെ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. സോ that has changed to a whole new extent, but still that is there. So what is important is that you need to identify the problem. തുടക്കത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കി അതിനുള്ള ബേസിക് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ they can actually be more self-reliant. Okay, need a high level of structure and supervision for profound mental retardation. So causes എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. പ്രീനേറ്റൽ കോസസ് ഉണ്ട്, കോസസ് ബിഫോർ ബർത്ത്. എന്തെങ്കിലും നമ്മുടെ എൻഡോസൾഫാന്റെ ഉപയോഗം വഴിയായിട്ട്, അത് പ്രീനേറ്റൽ കോസ് ആയിട്ട്, എൻഡോസൾഫാന്റെ മാത്രമല്ല മീനിങ് എന്തെങ്കിലും ഒരു കെമിക്കലിന്റെ ഒക്കെ എന്താ പറയുക എക്സ്പോഷർ വഴിയായിട്ട്, അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് വഴിയായിട്ട്, സിംഗിൾ ജെയിൻ ഡിസോർഡേഴ്സ്, ജീനിലെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് വഴിയായിട്ട്, ബ്രെയിൻ മാൽഫോമിറ്റീസ് വഴിയായിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഈ ഒരു ഡിഫോമിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അബ്നോർമൽ മെറ്റേണൽ എൻവയോൺമെന്റ്, അതായത് അമ്മ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, സബ്സ്റ്റൻസ് അബ്യൂസോ ആ സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ആക്സിഡൻസോ
ഏതെങ്കിലും കെമിക്കൽ എക്സ്പോഷർ ഒക്കെ കാരണമാകാം, ഇൻഫെക്ഷൻ, കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി, കറക്റ്റ് സമയത്ത് ഡെലിവർ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഡെലിവർ ആവേണ്ട സമയത്ത് നിന്നും നേരത്തെ ഡെലിവർ ആയാലും ഇതൊക്കെ പ്രശ്നമാണ്. ഡ്യൂറിങ് ഡെലിവറി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സിംറ്റംസ് ഓഫ് MR എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് വായിച്ചു പോകുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഫെയിലിയർ ടു മീറ്റ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മാർക്കേഴ്സ്, ഫെയിലിയർ ടു മീറ്റ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ, അതായത് ഒരു കുട്ടി ഇന്ന ഒരു മാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ വാക്ക് ചെയ്യും, ടോക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡെവലപ്മെന്റൽ തിയറീസിൽ നമ്മൾ വളരെ അസസ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പം അതൊന്നും എന്താ പറയുന്നത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സിംറ്റംസ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒന്ന് തന്നെയാണ്. persistent childlike behavior or failure to understand social rules and consequences of behavior, അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഏജ് കഴിഞ്ഞിട്ടും ചൈൽഡ് ലൈക്ക് ബിഹേവിയർ ആണ് കാണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ റൂൾസിനെയും ഒരു കാര്യം ചെയ്താൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നതിനൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ഒന്നാണ്. ഇനി ലാക്ക് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ സോൾവിങ് പ്രോബ്ലംസ്, ഏതെങ്കിലും രീതിയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ട്രബിൾ റിമെമ്പറിങ് തിങ്സ്, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ പറ്റാത്തതിലൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു സിംറ്റം ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ആൻഡ് ഇൻഎബിലിറ്റി ടു മീറ്റ് എഡ്യൂക്കേഷണൽ ഡിമാൻഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദ സ്കൂൾ, ദാറ്റ് ഈസ് ഓൾസോ എ സിംറ്റം ഓഫ് MR. സോ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? നമുക്ക് ബിഹേവിയർ തെറപ്പി goals include reducing safety risks and teaching appropriate and relevant life skills. That is very important. What we actually teach these people, teach the individuals with mental retardation or low IQ is that we teach them life skills so that they can do their അവരുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. That is relevant life skills. Then behavioral management, environmental supervision, monitoring the child's development needs and problems. ഓരോ കാര്യങ്ങളിലും എത്രമാത്രം ഡെവലപ്മെന്റ് ഉണ്ടായി, ഏതൊക്കെ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് ഇനിയും പൂർത്തിയാക്കാനുണ്ട്, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. പ്രോഗ്രാംസ് ആൻഡ് മാക്സിമൈസ് സ്പീച്ച്, ലാംഗ്വേജ്, കോഗ്നിഷൻ, സൈക്കോമോട്ടോർ, സോഷ്യൽ, സെൽഫ് കെയർ, ഒക്യുപേഷണൽ സ്കിൽസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. ആൻഡ് ഫാമിലി തെറപ്പി ടു ഹെൽപ്പ് പേരൻസ്. സോ ഞാൻ I would always say, so when a child with disability is born in a family, not only the child needs help, അല്ലെങ്കിൽ ഒരു എയ്ഡ് കൊടുക്കേണ്ടത് ഒരിക്കലും കുട്ടിക്ക് മാത്രമല്ല, ആ കുട്ടിയുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി കെയർ ടേക്കേഴ്സിന് തീർച്ചയായിട്ടും നമ്മൾ കോപ്പിംഗ് സ്കിൽസും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ബിക്കോസ് എവറി ഇൻഡിവിജ്വൽ വുഡ് ബി ഡീലിംഗ് വിത്ത് ഗിൽറ്റ്, അല്ലെങ്കിൽ ഒരു ആങ്കർ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, ഒരു ഡിസ്മയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവരിൽ ചിലപ്പോൾ ഡിപ്രഷനും ബൈപോളാറും ഒക്കെ ബൈപോളാർ ഡിസോർഡേഴ്സും പേരൻസിലും ഈവൻ ആ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിലും ഉണ്ടാവാനുള്ള ചാൻസസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഫാമിലി തെറപ്പി ആൻഡ് സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മെഡിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക ഇസ് ഓൾസോ പാർട്ട് ഓഫ് എന്താ പറയാ ഇതാണ്, ഓൾസോ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇനി സെറിബ്രൽ പാൾസി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ദാറ്റ് അഫക്ട്സ് ടു കൺട്രോൾ മസിൽസ് കോസ്ഡ് ബൈ ഡാമേജ് ടു ബ്രെയിൻ വൈൽ ദ ബ്രെയിൻ ഇസ് ഡെവലപ്പിംഗ്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുന്നതിലൂടെ നമ്മുടെ മസിൽസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എഫക്ട് നഷ്ടപ്പെടുന്നതിനെയാണ് സെറിബ്രൽ പാൾസി, അല്ലെങ്കിൽ അങ്ങനെ ഒരു എബിലിറ്റി കുറവിനെയാണ് സെറിബ്രൽ പാൾസി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, എഫക്ട്സ് ഓഫ് സെറിബ്രൽ പാൾസി എന്താണ്? അബ്നോർമൽ മസിൽ ടോൺ ഒരുപോലെ ആയിരിക്കില്ല, അബ്നോർമൽ മൂവ്മെന്റ്സ് എപ്പോഴും ഉണ്ടാവും, സ്കെലിറ്റൽ ഡിഫോർമിറ്റീസ് ഉണ്ടാവാം, സീഷേഴ്സ് ഉണ്ടാവാം, സ്പീച്ച് പ്രോബ്ലം, ഒരു കാര്യം ഈവൻ swallowing പ്രോബ്ലംസ് ഉണ്ടാവാം, ഹെയർ ലോസ്, വിഷൻ പ്രോബ്ലംസ്, ഡെന്റൽ പ്രോബ്ലംസ്, ബോവൽ ആൻഡ് ബ്ലാഡർ കൺട്രോൾ പ്രോബ്ലംസ് ഒക്കെ സെറിബ്രൽ പാൾസിയുടെ എഫക്ട്സ്. ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല, ഇതിൽ ചിലത് ഉണ്ടാവുന്നവരുണ്ട്, അതുപോലെ തന്നെ എല്ലാം ഉണ്ടാവുന്നവരുമുണ്ട്. ഓക്കെ, ഇനി സോഷ്യലി ചാലഞ്ച് ചിൽഡ്രൻ. സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ may be identified as a child whose opportunity for a healthy personality development and unfolding potentialities are hampered certain elements in social. അതായത് parental such as എന്താ പറയാ ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു പോകുക, അല്ലെങ്കിൽ ഒരു സോഷ്യലി എങ്ങനെ ഒരു സിറ്റുവേഷനെ നേരിടണം, അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന കുട്ടികളുണ്ട്. സോ ദാറ്റ് ഈസ് സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. And then orphan. അപ്പൊ കാറ്റഗറി അത് മാത്രമല്ല, ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പോകുന്ന കുട്ടികളെയും സോഷ്യലി ചലഞ്ച്ഡ് ചിൽഡ്രൻ
എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആരൊക്കെയാണെന്ന് നോക്കാം. ഓർഫൻസ്, ചിൽഡ്രൻ ഓഫ് ഡിവോഴ്സി ഓർ സ്റ്റെപ്പ് പേരൻസ്, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ, ഡെലിക്വന്റ് ചിൽഡ്രൻ. അപ്പൊ ഇതൊക്കെ കാറ്റഗറീസ് ഓഫ് സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആയിട്ട് നമ്മൾ കരുതുന്ന ഒന്നാണ്. പക്ഷേ എന്നാൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ കുട്ടി ഇങ്ങനെയാ സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്, അവർക്ക് ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കാം. ഓക്കെ, അങ്ങനെ മാത്രം ഓർത്താൽ മതി. ഇനി ഓർഫൻ ചിൽഡ്രൻ ആരാണെന്ന് നോക്കാം. An orphan is a child permanently bereaved of abandoned by his or her parents. A child lost both parents is called as an orphan. Does not have any surviving parents for him or her. അപ്പം അങ്ങനെ പപ്പായും മമ്മിയും ഇല്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ, ബയോളജിക്കൽ പേരൻസ് അവൈലബിൾ അല്ലാത്ത കുട്ടികളെയാണ് ഓർഫൻസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പം അവരുടെ പ്രോബ്ലംസ് അസോസിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഇത് മെജോറിറ്റിയിൽ കണ്ടതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഓർഫൻസ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എല്ലാ ഓർഫൻസിനും ഈ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ജസ്റ്റ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഓർഫൻസ് ക്യാൻ ബി സീൻ. അപ്പം എന്താ പറയുന്നത്, ചാൻസസ് കൂടുതലായിരിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നു. സോ ഡെവലപ്മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലായിരിക്കാം. കണ്ടക്ട് അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവാം, പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാം. സോ ഇതൊക്കെയും പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഓർഫൻ ആണ്. ഡ്യൂറിങ് അഡൾട്ട്ഹുഡ് മേ ബി ദേ ക്യാൻ ബി ആന്റി സോഷ്യൽ എന്ന് വെച്ചുകൊണ്ട് ഓർഫൻസ് അല്ലാത്ത ആരും ആന്റി സോഷ്യൽ ആവുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഓർഫൻസ് അല്ലാത്തവരും ഒക്കെ ആന്റി സോഷ്യൽ പ്രോബ്ലംസിലേക്ക് എത്താം. പക്ഷെ ചാൻസസ് ഉണ്ട്, ബിക്കോസ് അവർ പേരന്റൽ കെയർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കെയർ അവർക്ക് കിട്ടാത്തത് കൊണ്ട്. What is a child neglect? It is an ongoing failure to provide right care and attention to the child. ഒരു കുട്ടിക്ക് അത് ആ കുട്ടി അർഹിക്കുന്ന റൈറ്റ് കെയർ അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ്, അല്ലെങ്കിൽ അതിപ്പോ ഫുഡ് സേഫ്റ്റി മാത്രമല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള കെയറും കൊടുക്കാൻ പറ്റാത്ത, ഒരു സോഷ്യൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തതും ഒക്കെ ചൈൽഡ് നെഗ്ലക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ടൈപ്സ് ഓഫ് നെഗ്ലക്റ്റ്: ഫിസിക്കൽ നെഗ്ലക്റ്റ് ഉണ്ട്, മെഡിക്കൽ നെഗ്ലക്റ്റ് ഉണ്ട്, ഇമോഷണൽ നെഗ്ലക്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷണൽ നെഗ്ലക്റ്റ് ഉണ്ട്, ഇമോഷണൽ നെഗ്ലക്റ്റ് ഉണ്ട്. കോസസ് എന്തൊക്കെയാണ്? പേരന്റൽ മെന്റൽ ഹെൽത്ത്, അതിപ്പം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ചൈൽഡ് നെഗ്ലക്റ്റിലൂടെ കടന്നു പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അൺസ്റ്റേബിൾ അബ്യൂസീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേരൻസിന്റെ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ചൈൽഡ് നെഗ്ലക്റ്റ് അവിടെ സംഭവിക്കാം. കാരണം ആ കുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും തല്ലും വഴക്കും കഴിഞ്ഞിട്ട് സമയം ഉണ്ടാവില്ല ആ കുട്ടിക്ക് ആവശ്യമുള്ള കെയർ കൊടുക്കാൻ. സോ പേരന്റൽ ഹിസ്റ്ററി ഓഫ് ലേൺ പേരന്റൽ ബിഹേവിയർ, പേരന്റൽ ഹിസ്റ്ററി. അപ്പം എന്റെ അച്ഛനും അമ്മയും എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പെരുമാറുള്ളൂ എന്നുള്ളതും ചൈൽഡ് അബ്യൂസ് എന്നല്ല ചൈൽഡ് നെഗ്ലക്റ്റിന് കാരണമാകാം. ബീങ് എ ടീനേജ് മദർ, ബിക്കോസ് ഗെറ്റിംഗ് പ്രഗ്നന്റ് അറ്റ് ഏജ് ഓഫ് 15, 14 ആൻഡ് നോട്ട്, നമ്മൾ തന്നെ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു അമ്മയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുട്ടിക്ക് ചിലപ്പം വാണ്ടിങ് ആയിട്ടുള്ള പേരന്റൽ കെയർ കൊടുക്കാനായിട്ട് പറ്റാതെ പോകുന്നു. ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് ഇൻ കെയർ ഗിവേഴ്സ്, unemployment, poverty, domestic violence, etc. are also seen as causal factors for child neglect. Any consequences of neglect എന്തൊക്കെയാണ്? Developmental delays ഉണ്ടാവാം. Then developmental delays, സോഷ്യലൈസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഡിലേഡ് ഫിസിക്കൽ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഗ്രോത്ത് ഉണ്ടാവാം. ഇപ്പം മെന്റൽ ഇഷ്യൂസ് ഉള്ള പേരൻസിന്റെ കുട്ടികളാണെങ്കിൽ ആ കുട്ടി ചൈൽഡ് നെഗ്ലക്റ്റിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കും ആ ഒരു പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ്സ്, സോഷ്യൽ സ്കിൽസ് വളരെ കുറവാകാം, ഫേസ് ക്രോണിക് ഇൽനെസ് ആൻഡ് ഏർലി ഡെത്ത്, കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ആ ഒരു കുട്ടി ആ ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് ആ കുട്ടിക്ക് എങ്ങനെ സോഷ്യലി പെരുമാറണമെന്നോ ഒരു കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നോ, ബിക്കോസ് ചിൽഡ്രൻ ലേൺ ഫ്രം their parents or caregivers. അപ്പൊ അതിനൊന്നും ഒരു റൂമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇമോഷണൽ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ലൈക്ക് അൺയൂഷ്വൽ ഫസിനെസ്, എന്തെങ്കിലും അകാരണമായ പേടി, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്, ബീങ് ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡിങ് പീപ്പിൾ, ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ്, ബീങ് വിഡ്രോൺ, സോഷ്യലി വിഡ്രോൺ ആയിട്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ഇമോഷണൽ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ആണ്. അപ്പം ബിഹേവിയറൽ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ലൈക്ക് ആന്റി സോഷ്യൽ ബിഹേവിയർ, അതായത് നമ്മൾക്ക് സോഷ്യൽ കൺസ്ട്രക്ട്സിനോടൊന്നും ചേർന്ന് നിൽക്കാതെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള എല്ലാം തട്ടിപ്പൊട്ടിക്കാനും കക്കാനും മോഷ്ടിക്കാനും ഒക്കെ പോകുന്ന ആന്റി സോഷ്യൽ ബിഹേവിയർ. ഏർലി സെക്ഷൽ ആക്ടിവിറ്റി ക്യാൻ ബി എ ബിഹേവിയറൽ ഡെവലപ്മെന്റൽ പ്രോബ്ലം. പുവർ മെന്റൽ ഹെൽത്ത്, ഇൻസെക്യൂർ, ആൻഷ്യസ് അറ്റാച്ച്മെന്റ്, ദാറ്റ് പേഴ്സൺ വോണ്ട് ബി ഹാപ്പി ഇൻ എനി റിലേഷൻഷിപ്പ്, ഇൻസെക്യൂർ ആയിരിക്കും എപ്പോഴും ഫീലിംഗ്, അറ്റാച്ച്മെന്റ് ഡിഫിക്കൽട്ടീസ്, ആങ്സൈറ്റി ആൻഡ് ഇമ്പൾസ് കൺട്രോൾ, എക്സെട്ര. അപ്പം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും? ഫോർ ചിൽഡ്രൻ, ചൈൽഡ് സെന്റർ
intervention, pediatric care and monitoring is very important. Behavioral and mental health treatment is also very important. Because early identifications are very critical, I would say. Prevention of handicapped condition in children, genetic counseling, screening, നമ്മൾ നേരത്തെ കണ്ടു. Pregnancy plan ചെയ്ത് കൊണ്ടുവരിക. ഏതെങ്കിലും underlying ആയിട്ടുള്ള hormonal deficiency ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും pregnancy plan ചെയ്യുന്നതിലൂടെ ആ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. Reducing അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ മാരേജ് ചെയ്യാതിരിക്കാനായിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ റിലേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് ചേരാതെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. സോ RH compatibility ചെക്ക് ചെയ്യുക. Immunization of mother and baby. Vitamin A proxipalities, vitamin A deficiency ഇതിൽ വളരെ important ആണ്. Improve nutritional status of the mother and the child. Encourage kick bad habits. Smoking അല്ലെങ്കിൽ drinking ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. Secondary prevention, careful history എടുക്കുക. Medical supervision ഉണ്ടാവുക. സ്കാനിങ്ങും സംഭവങ്ങളും, ഫിസിയോതെറാപ്പി, occupational therapy, counseling, guidance, psychological therapy, rehabilitation services എല്ലാം തീർച്ചയായിട്ടും secondary preventionന്റെ ഭാഗമാണ്. So this is a long session, but I guess I have covered all the sections about exceptional children. So if you have any doubts, please post down below on the comments, and please like if you have liked this. And exceptional children is something that we have to really understand. കാരണം നമുക്ക് ചുറ്റുമുള്ളവരുണ്ട്, നമ്മുടെ ഫാമിലീസിലുള്ളവരുണ്ട്. അപ്പം അവരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. So don't forget my code, that is AMT10. I wish you all a good night. Thank you.